ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന് അസ്വദ് കൊല്ലപ്പെട്ടു. അതേ പ്രകാരം ഹംസ റളിയല്ലാഹു അൻഹുവിനോടും ഉബൈദ റളിയല്ലാഹുവിനോടും അലി റളിയല്ലാഹുവിനോടും ഏറ്റുമുട്ടാൻ വന്ന ഉത്ബത്തും ശൈബത്തും വലീദും അവരൊക്കെ കൊല്ലപ്പെട്ട ചരിത്രം നമ്മൾ പറഞ്ഞു. അങ്ങനെ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു 63 വയസ്സാണ് പ്രിയപ്പെട്ട സ്വഹാബിക്ക്. ആ പ്രിയപ്പെട്ട സ്വഹാബി എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് ശത്രുവിന്റെ വെട്ടേറ്റു. ഉബൈദ റളിയല്ലാഹു അൻഹു കാരണം എന്താ? പ്രായം കൂടുതലുള്ള സ്വഹാബിയാണ്. അപ്പൊ പ്രായം കൂടുമ്പോ യുദ്ധം ചെയ്യാനും അതേ പ്രകാരം അതിലൊക്കെ ഓടിക്കളിക്കാനും ഒരു പരിധി ഉണ്ടാവും. ഒരു പരിധി എല്ലാവർക്കും ഉണ്ടാവും. അതങ്ങനെയാണല്ലോ. അൽഹംദുലില്ലാഹ് അങ്ങനെ മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹു എങ്കിലും പിടിച്ചു നിന്നു. ശത്രുക്കളോട് ഘോരമായി യുദ്ധം ചെയ്തു. പക്ഷേ ഉബൈദ് റളിയല്ലാഹു അൻഹുവിന് വെട്ടേറ്റു. ഉബൈദ് റളിയല്ലാഹു അൻഹു വെട്ടേറ്റപ്പോ ഹംസ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് ഓടിച്ചെന്നിട്ട് ഉബൈദ് തങ്ങളെ 2 കൈകളിൽ എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ചെല്ലാണ്. ആരംഭ റസൂലുള്ളാഹിന്റെ സമീപത്ത് ചെന്നു. ഉബൈദ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ കണ്ണീരോടെ ചോദിച്ചു, അലസ്തു ഷഹീദൻ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ എനിക്ക് ഷഹീദാകാൻ പറ്റൂലേ നബിയേ? ഞാൻ ഷഹീദാകാൻ വേണ്ടിയാണ് തങ്ങളെ ഞാൻ ബദറിൽ ഇറങ്ങിയത്. അല്ലാഹുവിന്റെ ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് ഷഹീദാവാൻ പറ്റൂലേ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉബൈദ നിങ്ങൾ ഷഹീദ് തന്നെയാണ്, നിങ്ങൾ ഷഹീദ് തന്നെയാണ് ഉബൈദ, സങ്കടപ്പെടണ്ട, വിഷമിക്കേണ്ട കാര്യമില്ല ഉബൈദ, നിങ്ങൾ ഷഹീദ് തന്നെയാണ് ഉബൈദ, നിങ്ങൾ ഷഹീദ് തന്നെയാണ് ഉബൈദ. അല്ലാഹുവേ, ഉബൈദ റളിയല്ലാഹു അൻഹു അങ്ങനെ ബദറിൽ നിന്ന് മടങ്ങുന്ന വഴിയിലാണ് മഹാനവറുകൾ ഷഹീദ് വഫാത്താകുന്നത്. ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം നമ്മൾ പറഞ്ഞല്ലോ, സഫറ എന്ന സ്ഥലത്ത് വച്ചാണ്. സഫറ എന്ന പ്രദേശത്ത് വച്ചിട്ടാണ് ഉബൈദ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹുവേ, ശത്രുക്കളിൽ നിന്ന് പ്രധാനപ്പെട്ട 5 ആളുകൾ കൊല്ലപ്പെട്ടു പോയി. ശത്രുക്കളിൽ നിന്ന് പ്രധാനപ്പെട്ട 4 പേര് കൊല്ലപ്പെട്ടപ്പോ അബൂജഹലിന് വല്ലാത്ത പേടി വരികയാണ്. അബൂജഹലിന് വല്ലാത്ത പേടി വരികയാണ്. ഞങ്ങളെ നേതാക്കളൊക്കെ കൊല്ലപ്പെടുകയാണല്ലോ, ഞങ്ങളെ നേതാക്കളെല്ലാം വധിക്കപ്പെടുകയാണല്ലോ, ഞങ്ങളെ നേതാക്കളെല്ലാം കൊല്ലപ്പെടുകയാണല്ലോ. ശത്രുക്കൾക്ക് പതർച്ച സംഭവിച്ചു. അപ്പോഴാണ് ശത്രുക്കൾ തീരുമാനമെടുക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന തീരുമാനം. ഇബ്ലീസ് ലഅനത്തുല്ലാഹിനെ ശത്രുക്കളെ കൂട്ടത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹിനെ ശത്രുക്കളെ കൂട്ടത്തിലേക്ക് വരികയാണ്. എങ്ങനെയാണ് വരുന്നതെന്നറിയോ? ശ്രദ്ധിക്കണം, ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണം. കിനാന ഗോത്രത്തിൽപ്പെട്ട സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ രൂപത്തിലെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ശത്രുക്കളെ കൂട്ടത്തിലേക്ക് വന്നിട്ട് പറയുന്നു, അബൂജഹലേ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക, അബൂജഹലേ നിങ്ങൾക്ക് വിജയമുണ്ടാകും, അബൂജഹലേ. ആരാമെന്ന് അബൂജഹലിനോട് പറയുന്നത്? ഇബ്ലീസാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് ആര് രൂപത്തിലാ വന്നതെന്നറിയോ? അബൂജഹലിന്റെ കൂട്ടുകാരനായ കിനാന വർഷത്തിൽപ്പെട്ട സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ രൂപത്തിലാണ്. സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ അതേ വേഷം ധരിച്ചിട്ട്, അഥവാ അബൂജഹലിന്റെ സഹസഞ്ചാരിയാണ്. അബൂജഹലിന്റെ കൂട്ടുകാരനായ സുറാഖ ബദറിലേക്ക് പോന്നിട്ടില്ല. സുറാഖത്ത് ഇബ്നു മാലിക് മക്കയിലാണ്, ബദറിലേക്ക് പോന്നിട്ടില്ലായിരുന്നു. ആ സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ അതേ രൂപത്തിൽ ഇബ്ലീസ് കടന്നു വന്നിട്ട് അബൂജഹലിനോട് പറയുന്നു, അബൂജഹലേ നിങ്ങൾ യുദ്ധം ചെയ്യുക, നിങ്ങൾക്ക് വിജയമുണ്ട്
വിജയമുണ്ടാകും, ഞാൻ നിങ്ങളെ കൂടെയുണ്ട്. ആരാ പറയണേ? ഇബ്ലീസാ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നല്ലൊരു പണിയൊപ്പിച്ചു. ഇബ്ലീസ് എന്താ ചെയ്തറിയോ? കൂട്ടത്തിൽ വരാത്തവരുടെ വേഷം കെട്ടി. വരാത്തതാരാ? സുറാഖ് ഇബ്നു മാലിക് മക്കയിലാണ്, ബദറിലേക്ക് പോന്നിട്ടില്ല. അപ്പോ ബദറിലേക്ക് പോന്നോലെ കൂട്ടത്തില് വേഷം കെട്ടി വന്നു കഴിഞ്ഞാൽ അതെന്തായാലും കള്ളി പൊളിയല്ലോ. അപ്പൊ ഇബ്ലീസ് എന്ത് ചെയ്തു? പോരാത്ത സുറാഖ് ഇബ്നു മാലിക്കിന്റെ അതേ രൂപം പിടിച്ചിട്ട് ബദറിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ അബൂജഹൽ നമ്മളെ സുറാഖ വന്നല്ലോ. എവിടെ സുറാഖ? സുറാഖ മക്കത്തല്ലത്. പക്ഷെ സുറാഖിന്റെ വേഷം കെട്ടിയിട്ട് ആര് വന്നു? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്ന്. എന്നിട്ട് അബൂജഹലിനോട് പറഞ്ഞു, നമ്മൾ ഉണ്ടടാ, നിങ്ങള് കൂടിക്കോളി. നമ്മൾ പറയല്ലേ, കൊടുത്തട, നമ്മളെന്റെ കൂടെ ഉണ്ട് അറിയില്ലേ? അപ്പോ അബൂജഹലിന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹിശാം ശത്രുവാണ്. ഹിശാമിന്റെ കൈ അങ്ങോട്ട് പിടിച്ചു, കൊടുകൈ കൈയ്യടെ പിടിച്ചിട്ടാണ്, ഹിശാമേ നമ്മൾ ഉണ്ട് ട്ടോ. ഹിശാമേ നമ്മളുണ്ട്. അസ്വദ് പോയി, ശരിയാണ്. അസ്വദ് കൊല്ലപ്പെട്ടു, വലീദ് കൊല്ലപ്പെട്ടു, ഉത്ബത്ത് കൊല്ലപ്പെട്ടു, ഷൈബത്ത് കൊല്ലപ്പെട്ടു. നിങ്ങളൊക്കെല്ലേ? നിങ്ങൾ മാത്രല്ല, നമ്മളുണ്ടടാ, ഇറങ്ങിക്കോടടാ. ആരാ പറയണത്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സുറാഖത്തിന്റെ രൂപത്തിലെ അബൂജഹലിന്റെ കൂട്ടുകാരൻ ഹിശാമിന്റെ കൈ ഇങ്ങോട്ട് കോർത്ത് പിടിച്ചേക്കാം. ആ പിടിച്ചിട്ട് പുറത്തം വിട്ടിട്ടില്ല. പുറത്തം വിട്ടു. എപ്പോ? അത് എപ്പോഴാന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഇബ്ലീസ് വന്നിട്ട് സുറാഖത്തിന്റെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് പറയാണ്, എടാ ചങ്ക, നമ്മളുണ്ട് എന്റെ കൂടെ, നമ്മളുണ്ട് എന്റെ കൂടെ, ബദറിൽ ഇറങ്ങിക്കോ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇനി കൂട്ടയുദ്ധം ചെയ്യാണ്. കാരണം എന്താ? ഇവരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കൊല്ലപ്പെട്ടു, ശത്രുക്കളെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കൊല്ലപ്പെട്ടു. ഇനി അവരുടെ അവസാനത്തെ തന്ത്രം എന്തെങ്കിലും അല്ലേ? നമ്മള് ഒരാളോട് തല്ലുകൂടുമ്പോ ജയിക്കൂലെന്ന് കണ്ട 18ാമത്തെ അടവുണ്ട്. ചിലപ്പോ അത് 19ാമത്തെ അടവേക്കറ. ആ അടവെന്താ അറിയോ? പൂയികടകോ. അത് ഒരടവ് തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയാത്തൊരു അടവുണ്ട്. അതെന്താ? ഒരാളായിട്ട് നമ്മൾ യുദ്ധം ചെയ്യുമ്പോ ഒരാളായിട്ട് നമ്മൾ അടിപിടി കൂടുകയാണ്. ഒരാളായിട്ട് അടിപിടി കൂടുമ്പോ നമ്മൾ ജയിക്കൂലെന്ന് കണ്ടാല്, നമ്മൾ എങ്ങനെ ജയിക്കൂലെന്ന് കണ്ട ഒരു അടവുണ്ട്. എന്താണ് അടവ്? ആരാ പറയാ? ഓന്റെ മൂത്തൊരു കുത്തൊടുക്കാൻ വേണ്ടി എന്താ വേണ്ടിയത്? എന്താ ചെയ്യാ? ആ 18ാമത്തെ 19ാമത്തെ അടവുണ്ട്. അതെന്താ? അത് ആരാ പറയാ? 18 അടവല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ? 19ാമത്തെ ഒരു അടവുണ്ട്. നിങ്ങൾ പറയാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ഞാനേ പറഞ്ഞുതരും. ജയിക്കൂലെന്ന് കണ്ടാലേ, അടിമ്പിടിയിലും ജയിക്കൂലെന്ന് കണ്ടാല്, ഞാൻ പഠിച്ച 19ാമത്തെ ഒരു അടവുണ്ട്. അതില് പറഞ്ഞു, എന്താ? ചെരുപ്പൂരിന്റെ ഒരൊറ്റ ഓട്ടം. അതാണ് 19ാമത്തെ അടവ്. 18 അടവല്ലേ പഠിച്ചിട്ടുള്ളൂ അല്ലേ? 18 അടവാണ് നമ്മൾ പഠിക്കാം. 19ാമത്തെ അടവുണ്ട്. ആ അടവ് നമ്മൾ പഠിച്ചേക്കണം. എന്ത്? ജയിക്കൂലെന്ന് കണ്ടാ പിന്നെ ഞാൻ അവിടെ നിൽക്കരുത്. ചെരുപ്പൂരിന്റെ ഒരൊറ്റ ഓട്ടം. പുല്ല് മുളക്കാത്ത രൂപത്തിൽ ഒരൊറ്റ ഓട്ടം. അതാണ് 19ാമത്തെ അടവ്. അതിന്റെ അടവാട്ടോ. അപ്പൊ പറഞ്ഞു വരുന്നത് അറിയോ? അപ്പൊ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എല്ലാ അടവും പറഞ്ഞു കൊടുക്കണ്ട്. അപ്പോ ശത്രുക്കൾ ജയിക്കൂലെന്ന് കണ്ടപ്പോ ശത്രുക്കളുടെ അവസാനത്തെ അടവാണത്. ഇനി കൂട്ടമായിട്ട് ഇറങ്ങാം. കൂട്ടമായിട്ട് ചെന്നിട്ട് യുദ്ധം ചെയ്ത ഒരൊറ്റ അറ്റാക്ക്. അബൂജഹൽ ഇങ്ങനെ ആൾക്കാരെ വിളിച്ച്, വരി മക്കളെ, വരി, നമുക്ക് ഓല അങ്ങനെ വിട്ടാ പറ്റൂല. നമ്മളെ പ്രധാനപ്പെട്ട 4 ആളുകൾ പോയി. 4 ആളുകളാണ് നമുക്ക് പോയത്. അസ്വദ് പോയി, പിന്നെ ഉത്ബത്ത് പോയി, ഷൈബത്ത് പോയി, മാത്രല്ല നമ്മുടെ വലീദും പോയി. ഇനി പറ്റില്ല, കൂട്ടമായിട്ട് ഇറങ്ങണം. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു, സ്വഹാബത്തെ നിങ്ങൾ വിഷമിക്കണ്ട, അല്ലാഹുവേ ബദറിന്റെ രണാകളത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ്. സ്വഹാബത്ത് ഇറങ്ങുന്നതിന് മുമ്പ് മുത്തുനബി മുത്തുനബി ടെന്റിലാണ്. മുത്തുനബിയുടെ സമീപത്ത് മുത്തുനബിക്ക് കാവൽ നിൽക്കുന്ന സ്വഹാബിയാരാണ്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ടെന്റിന്റെ വാതിലിന് കാവൽ നിൽക്കുന്ന സ്വഹാബിയാരാ? മഹാനായ സഅദ് ഇബ്നു മുആദ്.
സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവാണ് ടെന്റിന്റെ അവിടെ കാവടി നിൽക്കുന്നത്. മുത്തുനബിയുടെ കൂടെ കാവടി നിന്ന സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ആ ടെന്റിന്റെ കവാടത്തിന്റെ സമീപത്ത് കാവടി നിന്ന സ്വഹാബി ആരാണ്? മഹാനായ സഅദ് ഇബ്നു മുആദ് തങ്ങളാ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ ഇവിടെ നിന്നുവല്ല, ശത്രുക്കൾ തെരയുന്നത് തങ്ങളെയാണ് നബിയേ, തങ്ങളെയാണ് നബിയേ. അതുകൊണ്ട് കവാടത്തിന്റെ സമീപത്തേക്ക് ശത്രുക്കൾ നെയ്ത് വിടുന്ന അമ്പുകൾ തടുക്കാൻ ഈ സഅദ് മോൻ ഇവിടെ കാവലുണ്ട് തങ്ങളെ. ഞാനുള്ള കാലത്തോളം നിങ്ങളൊരു പേടിയും വേണ്ട നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ എല്ലാം വിളിച്ചു. സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് മുത്തുനബി പറഞ്ഞു, സ്വഹാബ, അല്ലാഹുവിന്റെ സഹായം നമുക്ക് ഇറങ്ങി വരും സ്വഹാബ, അല്ലാഹുവിന്റെ സഹായം നമുക്ക് ഇറങ്ങി വരും സ്വഹാബ. മുത്തുനബി സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾ ബദറിൽ ഇറങ്ങുക. ശത്രുക്കൾ നിങ്ങളെ അടുത്തേക്ക് വരുമ്പോൾ മാത്രം നിങ്ങളെ വളഞ്ഞാൽ മതി. ശത്രുക്കൾ നിങ്ങളെ മുത്തുനബിന്റെ നല്ല നല്ല കണ്ണിങ്ങിലുള്ള ഉപദേശമാണ്. ശത്രുക്കൾ നിങ്ങളെ വന്ന് വളയുമ്പോൾ മാത്രം നിങ്ങളെ വളയുക. അവര് വന്നിട്ട് അവര് നിങ്ങളെ വളഞ്ഞതിന് ശേഷം നിങ്ങൾ വാളൂരിയാൽ മതി, വാള് ഉയർത്തിയാൽ മതി സ്വഹാബ. അതിന്റെ മുന്നേ നിങ്ങൾ വാളുയർത്തരുതേ സ്വഹാബ. ഒരിക്കലും ദൂരത്ത് നിന്ന് നിങ്ങളെ അമ്പ് നെയ്യാ പാടില്ല സ്വഹാബ. അവര് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഉറപ്പു വന്നാൽ അടുത്തെത്തുമ്പോഴേ അമ്പ് നെയ്യാൻ പാടുള്ളൂ. ദൂരെ നിന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അമ്പ് നെയ്തിട്ട് ഒരമ്പ് പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ശത്രുക്കളോട് പോലും യുദ്ധത്തിന്റെ സമയത്ത് സംയമനം പാലിക്കണമെന്ന് പഠിപ്പിച്ച നബിയെ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഥവാ അവരെ മനസ്സിന് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാമല്ലോ. അതല്ല, അവരെ ആക്രമിക്കാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ വാളുകൊണ്ട് നിങ്ങൾ എതിർത്തോളൂ സ്വഹാബ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ബദറിൽ ഇറങ്ങുകയാണ്. അല്ലാഹുവേ, ആരംഭ റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞിട്ട് മഹാന്മാരായ ബദരീങ്ങൾ ബദറിന്റെ രണാങ്കളത്തേക്ക് 313 സ്വഹാബത്ത്, മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കളത്തിൽ ബദരീങ്ങളെ പേര് പറയുമ്പോൾ 313 പേര് പറയാറില്ലേ? ആ 313 മഹാന്മാരായ സ്വഹാബത്തും ബദറിന്റെ രണാങ്കളത്തിൽ ഇറങ്ങുകയാണ്. യുദ്ധം രൂക്ഷമായി പ്രിയപ്പെട്ടവരെ, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത യുദ്ധമാണ്. 1000-ലേറെ ആളുകൾ ശത്രുക്കളെ കൂട്ടത്തിലുണ്ട്. ഇത് കണ്ട സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ദുആ ചെയ്തു, അല്ലാ, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് റബ്ബേ. اللهم انجز لي ما وعدتني اللهم آتني ما وعدتني اللهم إن تهلك هذه العصابة من أهل الإسلام لا تعبد في الأرض يا الله. അവസാന ബദരീങ്ങള് ബദറിന്റെ രണാങ്കളത്തിറങ്ങുമ്പോ മുത്തുനബി ഒരൊറ്റ ദുആ, റബ്ബേ, ശത്രുക്കള് 1000-ലേറെ ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് 313 ഉള്ളൂ. ശത്രുക്കൾ കയ്യിൽ ആയുധങ്ങളുണ്ട്. വെട്ടുമ്പോൾ വെട്ടുകൊള്ളാൻ വെട്ടുതടുക്കാൻ പരിചകളുണ്ട്. എന്നെ പാവപ്പെട്ട സ്വഹാബത്തിന് ആയുധങ്ങളില്ല, തടുക്കാൻ നങ്കികളില്ല. എന്റെ സ്വഹാബത്തിനെ കാക്കണമല്ലാ. നീ എന്നോട് കരാർ ചെയ്തുവല്ലോ സഹായിക്കാമെന്ന്. ആ സഹായം നീ ഇറക്കണേ അല്ലാ, ആ സഹായം നീ ഇറക്കണം അല്ലാ. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുവല്ലോ, ഇനി ബദറിന്റെ രണാങ്കളത്ത് മഹാന്മാരായ മലക്കുകൾ ഇറങ്ങാൻ പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ദുആ ചെയ്തപ്പോ അല്ലാ
ബദറിന്റെ രണാങ്കളത്തിൽ ബദർ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ശത്രുക്കളുമായി മുസ്ലിമീങ്ങൾ പ്രിയപ്പെട്ട മുത്തുനബിയുടെ സ്വഹാബത്ത് യുദ്ധം ചെയ്ത് മുന്നേറുകയാണ്. ആ ഇടക്കാണ് മഹാനായ സയ്യിദുനാ ഹാരിസ് റളിയല്ലാഹു അൻഹു ഇടക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഹൗദിന്റെ സമീപത്തേക്ക് വരികയാണ്. ഹൗദിന്റെ സമീപത്ത് വന്ന് ഹാരിസ് റളിയല്ലാഹു അൻഹു വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരത്ത് നിന്ന് ശത്രുക്കളതാ ഒരു അമ്പനെയ്ത് വിടുന്നു. ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് ഹൗദിൽ നിന്ന് വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുന്ന ഹാരിസ് റളിയല്ലാഹുവിന്റെ പിരടിയിൽ വന്ന അമ്പങ്ങ് തുളക്കുകയാണ്. മുത്തുനബിയുടെ മുന്നിൽ കിടന്നുകൊണ്ട് മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ മുന്നിലിരുന്നു കൊണ്ട് മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു ബദറിൽ ഷഹീദാവുകയാണ്. വീണ്ടും യുദ്ധം മുന്നോട്ട് തന്നെയാണ്. അബൂജഹൽ ശത്രുക്കളെ നിയന്ത്രിക്കുകയാണ്. കൂട്ടത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് ശത്രുക്കളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുത്തുനബിയുടെ സ്വഹാബത്ത് ബദറിന്റെ രണാങ്കളത്തിൽ യുദ്ധം ഇങ്ങനെ ആരവം പിടിച്ച് യുദ്ധത്തിന് ശക്തി കൂടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരാജയമില്ല. മുസ്ലിമീങ്ങൾ വിജയത്തോടെ റാഗത്തോടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് അലിയെ തങ്ങളെ വിളിക്കുകയാണ്. അലിയേ ഇങ്ങവാ, അലിയേ ഇങ്ങവാ, അലിയേ ഇങ്ങവാ, അലിയേ. അലി റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. അലി റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ ഇറങ്ങുകയാണ്. എന്നിട്ട് മുത്തുനബി അലിയെ തങ്ങളോട് പറഞ്ഞു, അലിയേ ഒരു പിടി ചരൽ മണ്ണ് വാരൂ അലിയേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിലേക്ക് ബദറിലെ ഒരു പിടി ചരൽ മണ്ണ് വാരിയെടുക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു. ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണം കുടുംബങ്ങളെ. അലി റളിയല്ലാഹു അൻഹു ഒരു പിടി ചരൽ മണ്ണ് വാരിയെടുത്തിട്ട് മുത്തു റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ബദർ കേൾക്കുന്നവരെ സ്വലാത്ത് ചൊല്ലൂ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്ക ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അല്ലാഹുവേ ചരിത്രം പറയുകയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പിടി മണൽ വാരുകയാണ്. ഒരു പിടി മണൽ വാരിയിട്ട് വലത് കൈയിൽ ആ മണൽ പിടിച്ചുകൊണ്ടങ്ങ് ദുആ ചെയ്തു, അല്ലാഹ് ഈ മണൽ കൊണ്ട് ഞാൻ ശത്രുക്കളെ എറിയാൻ പോവുകയാ. ഈ മണൽ കൊണ്ട് ഞാൻ ശത്രുക്കളെ എറിയാൻ പോവുക. അല്ലാഹുവേ അർഹമുർ റഹീമായ അല്ലാഹ്, ഈ മണൽ കൊണ്ട് ഞാൻ ബിസ്മി ചൊല്ലിട്ടങ്ങ് എറിയുമ്പോ എല്ലാ ശത്രുക്കളെ കണ്ണിലേക്കും ഈ മണൽ തരികളെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിസ്മി ചൊല്ലിട്ട് ബദറിൽ നിന്നെടുത്ത ഒരു പിടി മണൽ ഒരു പിടി മണൽ ചരലുകൾ മുത്തുനബി അങ്ങ് എറിയുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതങ്ങ് എറിഞ്ഞ സമയത്ത് ചരിത്രം നമ്മ പഠിപ്പിക്കുകയാണ്. ഓരോ മണൽത്തരികളും ശത്രുക്കളെ കണ്ണിലേക്ക് അങ്ങ് എത്തുകയാണ്. ശത്രുക്കളെ കണ്ണിലേക്ക് എത്തുകയാണ്. ഒരൊറ്റ ശത്രുവും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. എല്ലാ ശത്രുക്കളുടെ കണ്ണിലേക്ക് ആ മണൽത്തരി അങ്ങ് എത്തുകയാണ്. അവരുടെ കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ മങ്ങി വരികയാണ്. അല്ലാഹുവേ എന്നിട്ട് മുത്തുനബി സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ യുദ്ധം ചെയ്തുകൊള്ളുക, യുദ്ധം ചെയ്തുകൊള്ളുക സ്വഹാബ. അല്ലാഹുവിന്റെ സഹായം നമ്മുടെ കൂടെയുണ്ട് സ്വഹാബ. അല്ലാഹുവിന്റെ സഹായം നമ്മുടെ കൂടെയുണ്ട് സ്വഹാബ. പേടിക്കണ്ട സ്വഹാബത്തെ, പേടിക്കണ്ട സ്വഹാബത്തെ, ഭയപ്പെടേണ്ട സ്വഹാബത്തെ. ബദറിന്റെ രണാങ്കളത്തിൽ അല്ലാഹുവിന്റെ സഹായം നമ്മുടെ കൂടെയുണ്ടെന്ന് പറയുമ്പോഴാണ് മുത്തുനബി അങ്ങ് സുജൂദ് ചെയ്തുകൊണ്ട് മുത്തുനബി സുജൂദിലായി അല്ലാഹുവിനോട് സഹായം ചോദിച്ച ഉടനെയാണ് അതാ വരുന്ന മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. യാ റസൂലല്ലാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ടവരെ ബദറിലേക്ക് മലക്കുകൾ ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുത്തുനബിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേടിക്കണ്ട നബിയേ, പേടിക്കണ്ട നബിയേ, പേടിക്കണ്ട നബിയേ, ഞങ്ങൾ വന്നിട്ടുണ്ട് നബിയേ, ഞങ്ങൾ വന്നിട്ടുണ്ട് റസൂലേ, ഞങ്ങൾ വന്നിട്ടുണ്ട് റസൂലേ. അല്ലാഹുവേ, ബദറിന്റെ രണാങ്കളത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ആദ്യമായി ഇറങ്ങി വരുന്നതാരാ? ആദ്യമായി ഇറങ്ങി വരുന്നതാരാ? മഹാനായ മലക്കുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ ഇറങ്ങി വരുന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവര്, ബദർ യുദ്ധം നടക്കുമ്പോ 3 കൊടുങ്കാറ്റടിക്കുകയാണ്. ബദറിൽ 3 കൊടുങ്കാറ്റടിക്കുകയാണ്. ഒന്നാമത്തെ കൊടുങ്കാറ്റ് അടിച്ചത് എപ്പോഴാ? ബദറിന്റെ രണാങ്കളത്തിൽ ഒന്നാമത്തെ കൊടുങ്കാറ്റടിച്ചത് എപ്പോഴാണെന്നറിയോ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നപ്പോഴാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നപ്പോഴാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നപ്പോഴാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഇറങ്ങി വരികയാണ്. കൂടെയുള്ളത് 1000 മലക്കുകളാണ്. ജിബ്രീലിന്റെ കൂടെ 1000 മലക്കുകളാണ്. ഒരു മഞ്ഞ തലപ്പാവാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തലയിലുള്ളത്. മലക്കുകളല്ല, ഒരു വെളുത്ത നിറത്തിലുള്ള തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ ഇറങ്ങി വരുന്ന കുതിരയുണ്ടല്ലോ, ബദറിൽ മലക്കുകൾ ഇറങ്ങിയില്ലേ, ആ കുതിരയുടെ വാലിന് വെളുത്ത ഒരു മനോഹരമായ നിറമാണെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ചരിത്രം പറയട്ടെ ചെറുപ്പക്കാരാ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളിതാ ഇറങ്ങി വന്നിരിക്കുന്ന റസൂലേ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തില് എന്റെ പ്രിയപ്പെട്ടവരെ 1000 മലക്കുകളെ ബദറിൽ ഇറങ്ങുകയാ. അല്ലാ മലക്കുകളങ്ങ് ബദറിലേക്ക് ഇറങ്ങിയപ്പോ ബദറിൽ കൂട്ടമായ യുദ്ധം നടക്കുകയല്ലേ, ബദറിൽ ഘോരമായ യുദ്ധം നടക്കുകയല്ലേ. വെറും 313 സ്വഹാബത്തും 1000-ലപ്പുറം ശത്രുക്കളും. അല്ലാഹുവേ, ഘോരമായ പൊടിപാറുന്ന യുദ്ധം ബദറിൽ നടക്കുമ്പോ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് 1000 മലക്കുകൾ ഇറങ്ങി വന്നപ്പോ ഇത് കണ്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അബൂജഹലിന്റെ സഹോദരനായ ഹിശാമിന്റെ കൈ പിടിച്ചിട്ട് ബദറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാരം ഓടിയിരുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ജിബ്രീലിനെ കണ്ടപ്പോ ഹിശാമിന്റെ കൈ എങ്ങനെ കോർത്ത് പിടിച്ചിട്ടുണ്ടല്ലോ, ആ കൈ അങ്ങ് പെട്ടെന്ന് വലിച്ചൂരിയിട്ട് ഇബ്ലീസ് പിറകോട്ട് ഓടുകയാ. ഇതുവരെ ശത്രുക്കൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഇബ്ലീസ് ഓടടാ, ചാടടാ, പിടിക്കടാ, അടിക്കടാ എന്നൊക്കെ പറഞ്ഞിരുന്ന സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ വന്നിട്ട് ശത്രുക്കൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അതാ ആകാശത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള തലപ്പാവ് ധരിച്ചിട്ട് ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മലക്കുകളെ ബദറിന്റെ രണാങ്കളത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടപ്പോ ഇബ്ലീസിന് പേടിയാവുകയാ, ഇബ്ലീസിന് പേടിയാവുകയാ. അല്ലാഹുവേ, ഹിശാമിന്റെ കൈ പിടിച്ചെടുത്തുന്ന കൈ കുതറി മാറ്റി ഇബ്ലീസ് അങ്ങ് ഓടാൻ തുടങ്ങുകയാണ്. അല്ലാ, നോക്കിയേ നിങ്ങള്, ബദറിന്റെ ചരിത്രമാണത് പ്രിയപ്പെട്ടവരെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് ഈ അയവാൻ കാണാം. അല്ലാ,
ഉടനെ തന്നെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇതുവരെ ഹിഷാമിന്റെ കൈ എങ്ങനെ പിടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് ഓടാൻ തുടങ്ങി ഇബ്ലീസ്. അപ്പൊ ഹിഷാം പറഞ്ഞു, അല്ല നിങ്ങൾ എങ്ങോട്ടാ പോവല്ലേ, നിങ്ങൾ പോവല്ലേ, നിങ്ങളാണ് ഞങ്ങളെ നേതാവ്, ഞങ്ങൾ അസ്വദ് പോയി, ഉത്ബ പോയി, ഷൈബത്ത് പോയി, നിങ്ങളോട് പോവല്ലേ, നിങ്ങളെ ഞങ്ങളെ നേതാവ്. ഞാനില്ല. ഇബ്ലീസ് അങ്ങ് ഓടാണ്. അപ്പൊ എന്ത് ചെയ്തു, ഹിഷാം എന്ത് ചെയ്തു, എന്താ ഇല്ലാന്ന് പറഞ്ഞത് ഒറ്റ പിടി കൊളറിനെ പിടിച്ച് അവസാനം വെച്ചിട്ട് പോവുക. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ഇന്നി അറാ മാലം തറാ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, ഇവിടെ വേറെ കുറെ ടീം ഇറങ്ങി വരുന്നുണ്ട്. ഇബ്ലീസിനെ കാണാൻ കഴിയുമല്ലോ, കാരണം ഇബ്ലീസ് ആദ്യം മലക്കുകളുടെ കൂട്ടത്തില് മലക്കൾക്ക് ക്ലാസ് എടുത്തിരുന്ന ആളല്ലേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോ ഇബ്ലീസിനെ ശരിക്കറിയാം എന്ത് മലക്കുകൾ ഇറങ്ങി വരുന്നത്. ഇബ്ലീസ് ഓടാൻ തുടങ്ങി. അപ്പൊ ഇബ്ലീസിന്റെ കൊളറിനോട് പിടിച്ചു, ആര്, ഹിഷാം ഇബ്ലീസിന്റെ കൊളറിനോട് പിടിച്ചു. പിന്നെ അവിടെ ഉണ്ടായത് എന്താ, ഇബ്ലീസ് ഹിഷാമിന്റെ കൂഞ്ഞ നോക്കിയിട്ട് ഒരൊറ്റ കിട്ടിയ ചരിത്രം എങ്ങനെയാ പറയണത്, ഇവൻ വിടുന്നില്ല. നിങ്ങൾ നോക്കിയേ, ഇബ്ലീസിനെ ഹിഷാം വിടുന്നില്ല. അവസാനം ഹിഷാമിനെ ഇബ്ലീസ് കാട്ടിയ പണിയാണ്. കൂഞ്ഞ നോക്കിയിട്ട് ഒരു ഒറ്റ ഇടി കൊടുത്തു നെഞ്ഞത്തേക്ക്, മാർമ നോക്കിയിട്ട് ഒരു ഒറ്റ ഇടി. ആ ഇടിയുടെ കിട്ടലോടുകൂടെ ഹിഷാം അവിടെ കൊതറ് വീണപ്പോ ഇബ്ലീസ് ഓടടാ ഓട്ടം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 19ാമത്തെ അടവ് പറഞ്ഞില്ലേ, ആ 19ാമത്തെ അടവ് 19ാമത്തെ അടവ് ആരെടുത്തു, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ബദറിൽ 19ാമത്തെ അടവെടുത്ത്. ഇബ്ലീസ് അങ്ങോട്ട് പോയപ്പോ അബൂജഹൽ ഇങ്ങനെ കിളി പോയ മാർക്ക് ഇങ്ങനെ ഇരിക്കുക. അല്ലാഹ് പറ്റിച്ചല്ല റബ്ബേ, ആ ഹൈവാനും പോയല്ലോ, അസ്വദ് പോയി, എത്ര വിക്കറ്റ് പോയി, ഉത്ബത്ത് പോയി, ഷൈബത്ത് പോയി, വലീദ് പോയി, കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് അറിയില്ലല്ലോ ഇത് ഇബ്ലീസ് ആണെന്നല്ലേ. ഇവരെ പൂതി എന്താ, ഇത് ആരാന്നാ, സുറാക്കയാണെന്നാണ്. സുറാക്കത്തിന്റെ രൂപം കെട്ടിയിട്ടല്ല ചങ്ങായി വന്നത്, സുറാക്കത്തിന്റെ രൂപം കെട്ടിയിട്ടല്ലേ ഇബ്ലീസ് വന്നത്. ഇബ്ലീസ് പല കോലത്തിലും മനുഷ്യന് മുമ്പിൽ വരും. അപ്പൊ സുറാക്കത്തിന്റെ, അപ്പൊ അബൂജഹലിന്റെ ഹിഷാമിന്റെ ഒക്കെ കൂതി എന്താ, സുറാക്കയാണ്. അബൂജഹൽ പറഞ്ഞു, സുറാക്ക നീ പോയിക്കോ, ഓടിക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങള് ബദർ ജയിച്ചിട്ട് ഞങ്ങൾ മക്കത്തേക്ക് തിരിച്ചു വരുമ്പോ അന്നയും കലക്കും അന്റെ കുടുംബത്തെയും കലക്കും ഞങ്ങൾ. ആരാ പറയണേ, ബദറിന്ന് അബൂജഹൽ പറയണ, സുറാക്ക പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ യുദ്ധം കഴിഞ്ഞടാ ബദറിലേക്ക് മക്കത്തേക്ക് തിരിച്ചു വരും, ഞങ്ങള് മക്കത്തേക്ക് തിരിച്ചു വന്ന അന്നയും അന്റെ കുടുംബത്തിന് ഞങ്ങൾ കാച്ചോടാ. ആരാ പറയണത്, അബൂജഹൽ പറയാ. തിരിച്ചു പോക്ക് നല്ല പോക്ക് തന്നെയാ. അപ്പോ ഇബ്ലീസിന്റെ മനസ്സിലായി ഇങ്ങനെ മലക്കുകൾ വന്നെങ്കിൽ സംഗതി ആകെ കുളന്നുകൊണ്ടാ പോകുവാണെന്ന് ഇബ്ലീസിന് മനസ്സിലാക്കണം. ഇബ്ലീസ് സുറാക്കത്തിന്റെ രൂപത്തിൽ യാ അല്ലാഹ് അവിടുന്ന് സ്ഥലം വിട്ടു. നമ്മളെ 19ാമത്തെ അടവെടുത്താണ് ചെരുപ്പ് ഊരി പാഞ്ഞ് ഇബ്ലീസ്. ചരിത്രം പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെയല്ലേ മലക്കുകൾ വന്ന്, കേട്ടില്ല നിങ്ങളെ, അറബ് നരാർ അമരസുരാർ ആരിരാജ തുജിനങ്ങം ചിത്ര പോപ്പച്ചോ അങ്കത്തട്ടിത്താനേ മഹകാലകാ അനുദീന കാദർ പാതി ബാദർ പാട സഹബോകൾ അനുദീന കാദർ പാതി ബാദർ പാട സഹബോകൾ ചിങ്കകൾ പർക്കപ്പത്ത് അറിവേ തീപ്പെട്ടാരെ കുറശികൾ ഹലറിലെ നലറിലെ ഹരേ 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 നന്ദം ഹാലറിലെ നലറിലെ ഹരേ 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 നന്ദം പത്രപ്പിത്ത് അച്ചി ചുഗപ്പിത്ത് ചാടി പിടി പെട പതി പൂർണ്ണ പിടി പെട പതി പൂർണ്ണ. മലക്കുകൾ ഇറങ്ങി വരുന്ന രംഗാണ് പറയണേ. അറബ് അമരസുരാർ ആരിരാഗ തുജിനങ്ങൾ ചിത്ര പോപ്പച്ചോ അങ്കത്തട്ടിത്താനേ മഹകാലകാ അനുദീന കാദർ പാതി ബാദർ പാട സ്വഹബോകൾ അനുദീന കാദർ പാതി ബാദർ പാട സ്വഹബോകൾ ചിങ്കങ്ങൾ പർക്കപ്പത്ത് അറിവേ തീപ്പെട്ടാരെ കുറശികൾ അലറിലെ നലറിലെ ഹരി ഹരെ ഹരേ നന്ദം ഹാലറിലെ നലറിലെ ഹരേ 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 നന്ദം പത്രപ്പത്ത് അച്ചി ചുഗപ്പിത്തി ചാടി പിതി പെടി പതി പൂർണ്ണ പ്രീതി പെടി പതി പൂർണ്ണ പ്രീതി പെടി പതി പൂർണ്ണ. ആരെ കൂടെ ചമകാരെ ആലർകളിൽ മഹാപ്രവച
ആരെ കൂടെ ചമർ ആലർകളിൽ മഹാപ്രപഞ്ചവും കതി അപ്പോർക്കളത്ത് തെപ്പോടെ കുതിരകൾ അപ്പോർക്കളത്ത് തെപ്പോടെ കുതിരകൾ കൃഷ്ണാഭരണ മുടലോട് കൊടുപ്പ് അടിയണിൽ രംഗം പുഷ്കാരത്തെ അങ്ങനെ പോവും. കിട്ടണില്ല ബാക്കി. നല്ല രസം ബാക്കി കിട്ടണില്ല മക്കളെ. അപ്പൊ ബദർ പോലെ തന്നെയാണ്. ബദർ പോലെ തന്നെ അതിങ്ങനെ ചെറുപ്പത്തില് മക്കള് ദഫ് അടുപ്പിച്ചുമ്പോ ഇങ്ങനെ തൊള്ളിന്ന് അങ്ങനെ വന്നിനി കാണാതെ പാടിനി. അത് കുട്ടികളെ ദഫ് അടുപ്പിക്കുന്ന കാലത്ത് അതങ്ങനെ കാണാതെ പാടി. ഇപ്പൊ അത് നമുക്ക് ശ്രദ്ധ വിട്ടോടുകൂടി ഇപ്പൊ ദഫ് അടുപ്പിക്കലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ ശ്രദ്ധ വിട്ടോടുകൂടി. പണ്ട് തന്നെയാണ് എവിടെ ദഫിന് പോകുമ്പോഴാണോ അർബന കളിച്ചുമ്പോ പൊടി ഇങ്ങനെ പാറും. അല്ലാ. അപ്പൊ പറഞ്ഞു വരുന്നറിയോ, ഈ ചരിത്രം ഈ പാട്ട് അത് പഠിപ്പിക്കാം. മലക്കുകൾ ഇറങ്ങി വരുന്ന രംഗാണ് പറയുന്നത്. അല്ലാഹുവേ, മലക്കുകൾ ബദറിന്റെ രണാകുളത്തേക്ക് ഇറങ്ങി വരികയാണ്. ബദരീങ്ങൾ ബദറിന്റെ രണാകുളത്ത് അടരാടുന്ന സമയത്ത് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തില് 1000 മലക്കുകൾ ആദ്യം ഇറങ്ങി വരികയാണ്. ബദറിൽ ഒന്നാമത്തെ കൊടുങ്കാറ്റടിച്ചു. രണ്ടാമതൊരു കൊടുങ്കാറ്റ് ബദറിൽ അടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് എന്തെന്നറിയോ? രണ്ടാമതും മലക്കിറങ്ങി വരികയാണ്. രണ്ടാമത് ഇറങ്ങി വന്നത് ആരുടെ നേതൃത്വത്തിലാണ്? മഹാനായ മലക്ക് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലാണ്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ 1000 മലക്കുകൾ ഇറങ്ങി വരികയാണ്. മൂന്നാമതും ഒരു കൊടുങ്കാറ്റടിക്കുകയാണ്. ബദറിന്റെ രണാകുളത്തെ മൂന്നാമതൊരു കൊടുങ്കാറ്റടിക്കുകയാണ്. ആ മൂന്നാമത്തെ കൊടുങ്കാറ്റ് മൂന്നാമത്തെ ഒരു മലക്ക് വരികയാണ്. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ജിബ്രീലിന്റെ നേതൃത്വത്തിൽ 1000 മലക്കുകള്, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ 1000 മലക്കുകള്. പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ 1000 മലക്കുകള്. ഈ 3 മലക്കുകളുടെ നേതൃത്വത്തിൽ 3000-ഓളം മലക്കുകള് ബദറിന്റെ രണാകുളത്തേക്ക് അങ്ങ് ഇറങ്ങി വരികയാണ്. അല്ലാ, മലക്കുകൾ ഇറങ്ങി അബ്ശിർ യാ അബൂബക്കർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അബ്ശിർ യാ അബൂബക്കർ അതാക നസ്റുല്ലാഹ് ഹാദാ ജിബ്രീൽ ആഖിദും ബഅനാനി ഫർസിഹി. ജിബ്രീൽ വന്നിരിക്കുന്ന സിദ്ദീഖ് തങ്ങളെ, ജിബ്രീലും മീകായിലും ഇസ്രാഫീലും അല്ലാഹുവേ, ഒരു കൊടുങ്കാറ്റ് പോലെ ബദറിൽ ഇറങ്ങിയിരിക്കുന്ന അബൂബക്കറെ, അബ്ശിർ യാ അബൂബക്കർ, സന്തോഷത്തിന്റെ സമയമാണ്. അൽഹംദുലില്ലാഹ്. മുത്തുനബി അങ്ങനെ സന്തോഷം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സുറാഖന്റെ രൂപത്തിൽ വന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഓടിപ്പോയല്ലോ. അങ്ങനെ ഇബ്ലീസ് പോയപ്പോഴും അബൂജഹൽ ശത്രുക്കൾക്ക് ധൈര്യം കൊടുക്കുകയാണ്. പേടിക്കണ്ട മക്കളെ, നമുക്ക് യുദ്ധം ചെയ്യാം. അബൂജഹൽ മക്കളോട്, പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, നമുക്ക് മടങ്ങി ചെന്നിട്ട് സുറാഖത്തിന്റെ നല്ല പണി കൊടുക്കാം. അങ്ങനെ യുദ്ധം വീണ്ടും രൂക്ഷമാവുകയാണ്. സ്വഹാബത്തിന് ആവേശം വന്നു. പാവങ്ങളാണല്ലോ, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല. അല്ലാഹുവേ, കയ്യിൽ വാളില്ല. പലരുടെയും കയ്യിൽ മരക്കഷ്ണങ്ങളാണ്. മുത്തുനബി കൊടുത്ത മരക്കഷ്ണങ്ങൾ അത് വണ്ണങ്ങ് വെട്ടുമ്പോ വാണാവുകയാണ്. അങ്ങനെ മാഷാ അല്ലാഹ്, മലക്കുകൾ ബദറിന്റെ രണാകുളത്തേക്ക് ഇറങ്ങിയപ്പോ പിന്നെ യുദ്ധക്കളമങ്ങ് പൊടിപൂരമാവുകയാണ്. അൽഹംദുലില്ലാഹ്. ഓരോ സ്വഹാബത്തിന്റെയും കൂടെ മലക്കുകൾ വന്ന് യുദ്ധം ചെയ്യുകയാണ്. ശത്രുക്കൾ വന്നിട്ട് സ്വഹാബത്തിനെ വെട്ടാനിറങ്ങുമ്പോ അല്ലാഹുവേ, അത് തടുക്കുന്നത് മലക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് പറയുകയാണ്, എന്താണെന്നറിയൂല, ഒരു ഇടിമുഴക്കം പോലെ ബദറിൽ നിന്ന് ഞങ്ങളൊരു ശബ്ദം കേട്ട് മുത്തുനബി പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, അത് മലക്കുകൾ
മലക്കുകളുടെ സാന്നിധ്യം ഇറങ്ങിയതാണ്. സ്വഹാബത്ത് പറയുകയാണ്, പിന്നെ ഞങ്ങൾ കണ്ടത് വലിയ വലിയ സന്തോഷമായിരുന്നു. ഞങ്ങൾ ശത്രുക്കളെ വെട്ടാൻ വേണ്ടി വാളെടുത്തിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോഴേക്ക് അവന്റെ തലയങ്ങ് തെറിച്ചു പോവുകയാണ്. മഹാനായ ബഹുമാനപ്പെട്ട മഹാനരായ സയ്യിദന അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫയഖഫു ഫയഖഉ റഅസഹു അൻ ജസദിഹി ഖബ്ല അൻ യസില ഇലൈഹി സൈഫു. ഞങ്ങൾ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് വാളെടുത്തിട്ട് ഒരുങ്ങുമ്പോഴേക്ക് അവരെ വെട്ടുന്നതിന് മുമ്പ് തന്നെ അവരെ തലയങ്ങ് തെറിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് മലക്കുകളാണ് സ്വഹാബ, അത് മലക്കുകളാണ് സ്വഹാബ. നിങ്ങളെ വാളെടുത്തിട്ട് ശത്രുക്കളെ അങ്ങ് വെട്ടുമ്പോഴേക്ക് ആ ശത്രുക്കളെ തലയങ്ങ് തെറിച്ചു പോകുന്നുണ്ടല്ലോ, അത് മലക്കുകൾ വന്നിട്ട് വെട്ടുകയാണ് സ്വഹാബ. ഫയഖഉ അൻ ജസദിഹി ഖബ്ല അൻ യസില ഇലൈഹി സൈഫു. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട അബൂ ബർദ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് ശത്രുക്കളുടെ തലയെടുത്ത 3 തലകളുമായി മുത്തുനബിയുടെ മുമ്പിൽ വന്ന് പറയാണ്, നബിയേ, ഇതിൽ നിന്ന് 2 തലകൾ ഞാൻ എന്റെ വാള് കൊണ്ട് വെട്ടിയതാണ്. 3ാമത്തെ തല ഞാൻ വെട്ടാനിറങ്ങിയപ്പോ, 3ാമത്തെ ശത്രുവിനെ വെട്ടാനിറങ്ങിയപ്പോ ആരോ വന്ന് വെട്ടി തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അത് അല്ലാഹുവിന്റെ മലക്കുകളാണ് സ്വഹാബ. ഇന്നും ബദറിൽ ചെന്നാൽ കാണാമല്ലോ നമുക്ക് മലക്കുകൾ ഇറങ്ങി വന്നിരുന്ന ഒരു സുന്ദരമായ മല കാണാം. അല്ലാഹുവേ, അതൊക്കെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ തരണമല്ലാ, ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അങ്ങനെ അൽഹംദുലില്ലാ മലക്കേൾ അങ്ങോട്ട് വന്നു. ബദരീങ്ങൾ ആ വിഷയം ഫത്ഹാക്കി. ഇപ്പൊ എന്ത് ചെയ്തു? ശത്രുക്കളെ കൂട്ടത്തിൽ ശത്രുക്കൾക്ക് അവിടെയാണ് അടിപതറിയത്. ശത്രുക്കൾക്ക് അടിപതറി. ഇനി ഓലും എന്ത് ചെയ്യും? ശത്രുക്കൾ കുറെ ആളുകൾ കൊല്ലപ്പെട്ടു. ഒരുപാട് ആളുകൾ വരുന്നോല് 2 ബെമ്പും പിടിച്ചിങ്ങനെ വരുന്നോലൊക്കെ അടുത്തെടുക്കുമ്പോ ഓലങ്ങോട്ട് സെറ്റായി. ഒറ്റ കിക്ക്. അതോടുകൂടെ തലനെ ഇവനെ കാണൂല. സ്വഹാബത്തിനെ വെട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വരും. സ്വഹാബ് എടുത്താണ് വാളെടുത്താണ് ഇങ്ങോട്ട് വരും. ഒരുങ്ങുമ്പോ ഓരോ തല വാണം വിട്ട പോലെ ഒരു ഒറ്റ പോക്ക്. ഇത് കണ്ടിങ്ങനെ അബൂജഹൽ ഇങ്ങനെ അല്ലാ കിളി പോയിട്ട് ഇങ്ങനെ ഇരിക്കാണ്. ഇപ്പൊ എന്താ ചെയ്യാ? എവിടെയോ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ച പോലെ. അവസാനം അബൂജഹലിന് പേടിയായി. ഇനി ആ രസം, ഇതുവരെ അബൂജഹൽ അങ്ങനെ പറഞ്ഞിരുന്ന ആള് പിന്നെ മിണ്ടണല്ല. അതിന്റെ ഇടയിൽ ശബ്ദം ഉണ്ടാക്കിയത് ആരാ? നൗഫലാണ്. നൗഫൽ വന്നിട്ട് പറഞ്ഞേ, മുസ്ലിമീങ്ങളെ വിടാൻ പാടില്ല. അപ്പൊ മുത്തുനബി കേട്ടു. മുത്തുനബി അങ്ങ് ദുആ ചെയ്തു, അല്ലാഹ് നൗഫലിനെ നീ അങ്ങ് വേഗം പിടിക്കണം അല്ലാഹ്. അപ്പൊ മുത്തുനബി ചോദിച്ചു, ആരാ നൗഫലിനെ വധിച്ചത്? ഉടനെ തന്നെ എഴുന്നേറ്റിരുന്നു മഹാനായ മുത്തുനബിയുടെ പുലിക്കുട്ടി അലി റളിയല്ലാഹു അൻഹു, നബിയേ, ഞാനാ നൗഫലിനെ ശരിയാക്കിയത്. അപ്പൊ നൗഫൽ അങ്ങ് ശബ്ദം ഉണ്ടാക്കി. ഉടനെ തന്നെ സ്വഹാബത്തോനെ ശരിയാക്കി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണെങ്കിൽ അവസാന ശത്രുക്കളെ പതറി. ഇനിയല്ലേ രസം? ശത്രുക്കളെ പതറിയപ്പോ അബൂജഹലും ടീമും ഇങ്ങനെ ഒരുമിച്ച് കൂടിക്കാണ്. ഇനി ഇവർക്കൊക്കെ എന്ത് ചെയ്യണം? അബൂജഹലിനെ സംരക്ഷിക്കണം. കാരണം ഓരോ നേതാക്കളൊക്കെ പോയി. അസ്വദ ഉണ്ടേനത്, മക്കക്കാരെ നേതാക്കളൊക്കെ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അസ്വദിന്റെ ഹൗദിലിട്ട് ഹംസ റളിയല്ലാഹു അൻഹു വെട്ടി അല്ലേ? ഹൗദക്ക് ഞാൻ കേറുന്ന് പറഞ്ഞിട്ട് ഹൗദിന്റെ ചുമര് കാലോണ്ട് ചവിട്ടിയുടെ പൊളിച്ച് കടക്കണ ഹൗദിൽ ഇട്ടിട്ട് ഹംസ റളിയല്ലാഹു അൻഹു വെട്ടിയത് ശരിയാക്കി. അസ്വദ് പോയി, ഉത്ബത്ത് പോയി, ഷൈബത്ത് പോയി, വലീദ് പോയി. പ്രധാനപ്പെട്ട ശത്രുക്കളെ നേതാക്കൾ മുഴുവൻ ബദറിൽ കൊല്ലപ്പെട്ടു പോയി. പിന്നെയോ ശത്രുക്കളുടെ ഒരുപാട് ആളുകൾ മരിച്ചു വീണ്, ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങൾ അറസ്റ്റ് ചെയ്തു. ഇനിയിപ്പോ ഈ അബൂജഹലും ഈ കാക്കയും കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ അബൂജഹലിനെ എന്ത് ചെയ്യും? അപ്പൊ അബൂജഹലിന്റെ കുടുംബക്കാരാണല്ലോ മഖ്സൂമികൾ വന്നുകൊണ്ട് അബൂജഹലിനെ സംരക്ഷണം ഏർപ്പെടുത്തി. അബൂജഹലിനെ സംരക്ഷണം ഏർപ്പെടുത്താണ്. ഇതുവരെ മുന്നിൽ ഞാനടാന്ന് പറഞ്ഞ് വന്ന് അബൂജഹലിനെ പിന്നെ കാണാനില്ല. അബൂജഹലിന്റെ ചുറ്റും ശത്രുക്കൾ ഒരുമിച്ച് കൂടി. ഞങ്ങൾ മരിച്ചാലും മാടില്ല, അബൂജഹലിനൊന്നും സംഭവിക്കരുത്. ഇനിയാണ് രസം, ഇനിയാണ് ബദറിന്റെ ക്ലൈമാക്സ് വരുന്നത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ അബൂജഹൽ എന്ത് ചെയ്തു? അബൂജഹലിനെ സംരക്ഷിക്കണല്ലോ. അപ്പൊ അബൂജഹലിനോട് മഖ്സൂമികൾ പറഞ്ഞു, ഇക്ക നിങ്ങൾ ധരിച്ച നിങ്ങളെ ഡ്രസ്സ് ഇപ്പൊ എല്ലാവർക്കും തിരിച്ചറിയാം. കാരണം എന്താ?
നേതാക്കന്മാരുടെ ഡ്രസ്സ് വേറെ രൂപത്തിലേക്ക്. അപ്പോ സ്വഹാബത്തൊക്കെ ഇവനെങ്ങനെ നോക്കി നടക്കുക, എവിടെ അബൂജഹൽ, അബൂജഹൽ എവിടെ, ഓനെങ്ങനെ നോക്കി നടക്കുകയാണ്. അബൂജഹലിനെ കിട്ടാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹും എല്ലാരും ബദറിൽ തെരഞ്ഞു നടക്കുകയാണ്. അബൂജഹൽ എവിടെ, അബൂജഹലിനെ ശരിയാക്കണം, ഓനെ കിട്ടണം, ഓനെ പിടിച്ചിട്ട് തെരഞ്ഞിങ്ങനെ നടക്കുകയാണ്. അപ്പൊ അബൂജഹലിനോട് പറഞ്ഞേ, നിങ്ങളിപ്പോ തലക്കാലം നിങ്ങൾ ധരിച്ച വസ്ത്രം ഉണ്ടല്ലോ അതങ്ങോട്ട് ഉരുക്കളിയാണ്, കാരണം വസ്ത്രത്തിന് ഞങ്ങൾ തിരിച്ചറിയാം. അങ്ങനെ അബൂജഹൽ എന്ത് ചെയ്തു, അബൂജഹൽ ധരിച്ച പടയങ്കി ഓന് ഊരാനൊരു മടിയുണ്ട്, പേടിയുണ്ട്. ഞാൻ ധരിച്ച കുപ്പായം വേറെ കണ്ടോ, കിബിറ് ഇന്റെ കുപ്പായോ, അതിന്റെ കൂടെ വന്ന പടയാളികൾക്കോ. അപ്പൊ മഖ്സൂമ പറഞ്ഞു, എന്റെ ചങ്ങായെ മാണെങ്കിൽ ഊരിക്കോ, ഇവിടെ ജീവൻ പോകാൻ നിൽക്കണം, മാണെങ്കിൽ ഊരിക്കോ. അബൂജഹൽ സമ്മതിക്കണില്ലേ, അഹങ്കാരം കൊണ്ട് കിബറുണ്ടായപ്പോ സമ്മതിക്കണില്ല. ഇന്റെ കുപ്പായം വേറെ ധരിക്കാൻ പറ്റില്ല, ഇവിടെ മരിച്ചാൻ പോകുമ്പോ പറയാം. അപ്പൊ മറ്റു പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ഊരണം അല്ലെങ്കിൽ പറ്റൂല. അങ്ങനെ അബൂജഹൽ മനസ്സോടെ ബട്ടണയച്ചു, ഡ്രസ്സിന്റെ ബട്ടണയച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ചങ്ങായി അയച്ചു ബദറിന്റെ രണാങ്കളത്തിന്റെ സംഭവം. ഡ്രസ്സ് അയച്ചിട്ട് ഈ ഡ്രസ്സ് ഇടാൻ ആർക്കും പേടി. കാരണം എന്താ, എല്ലാരും ഈ ഡ്രസ്സ് നമ്മളെ തെരഞ്ഞെടുക്കണത്, ഈ കോടുമ്പോ തെരഞ്ഞെടുക്കണം, കിട്ടിയ അപ്പ പിടിച്ച് വെട്ടൂലേ പോലെ. അപ്പോ ഈ ഡ്രസ്സ് ധരിക്കാൻ ആരാ വന്നത്, അബ്ദുല്ലാഹി ഇബ്നു മുൻദിർ അബൂ റിഫാ മുന്നിൽ വന്നു. ശത്രുക്കളെ കൂട്ടുകാരനാണ്. ഞാൻ ധരിച്ചോളാന്ന് പറഞ്ഞു, അബൂജഹലിന്റെ ഡ്രസ് അല്ലേ, ഞാൻ ധരിച്ചോളാന്ന് പറഞ്ഞു. അല്ലാഹുവേ, അബ്ദുല്ലാഹി ഇബ്നു മുൻദിർ അബൂ റിഫായാണ് അബൂജഹലിന്റെ പടയങ്കി ധരിച്ചത്, അബൂജഹലിന്റെ പടയങ്കി ധരിച്ചത്, അബൂജഹലിന്റെ വസ്ത്രം അബൂ റിഫാ ധരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഹംസ തങ്ങളും ബദരീങ്ങളും ഇങ്ങനെ അബൂജഹലിനെ തെരഞ്ഞു നടക്കുകയാണ്. അബൂജഹലോ ശത്രുക്കളുടെ സംരക്ഷണത്തിലാണ്, കുറച്ചു ദൂരെയാണ്. അങ്ങനെ അബൂജഹൽ ധരിച്ചിരുന്ന വസ്ത്രം അബ്ദുല്ലാഹി ഇബ്നു മുൻദിർ അബൂ റിഫാ ധരിച്ച ബദറിലൂടെ നടക്കുമ്പോ അതാ വരുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് അബൂജഹലിന്റെ പടയങ്കി കണ്ടപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട്, ഞാൻ അലി ഹൈദറാണ് എന്ന് പറഞ്ഞിട്ടങ്ങ് ആഞ്ഞു വെട്ടുകയാണ്. പക്ഷേ വെട്ടേറ്റത് ആർക്കാണ്, അബ്ദുല്ലാഹിക്കാണ്. കാരണം അബൂജഹലിന്റെ വസ്ത്രം ധരിച്ചത് അബ്ദുല്ലാഹിയാണ്, അബൂജഹലിന്റെ പടയങ്കി ധരിച്ചത് അബ്ദുല്ലാഹി ഇബ്നു മുൻദിർ അബൂ റിഫായാണ്. അബൂ റിഫാക്കാണ് വെട്ടേറ്റത്. അലി റളിയല്ലാഹു അൻഹു അബൂജഹലാണെന്ന് കരുതി ഒരൊറ്റ വെട്ട്, ആ വെട്ടേറ്റത് അബൂ റിഫാക്കാണ്. ഉടനെ തന്നെ അബൂ റിഫാ രണാങ്കളത്തിൽ അങ്ങ് പിളഞ്ഞു വീഴുകയാണ്. പിന്നെ ആ ഡ്രസ്സ് കൈമാറിയത് ആർക്കാണെന്നറിയോ, മുഗീറക്കാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് ആ ഡ്രസ്സ് ഇട്ടത് മുഗീറയാണ്. മുഗീറ ആ വസ്ത്രം ധരിച്ചു അബൂജഹലിനെ സംരക്ഷിക്കുകയാണ്, ശത്രുക്കളെ ലക്ഷ്യം. ഉടനെ തന്നെ മുഗീറ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ബദറിൽ ഇറങ്ങിയപ്പോ ഓടി വരികയാണ് മഹാനായ ഹംസത്തുൽ കറാർ. ഒരു ചീറ്റപ്പുലി പോലെ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കളത്തിൽ ഇറങ്ങിയിട്ട് അബൂജഹലിന്റെ വസ്ത്രം ധരിച്ചു മുഗീറ അബൂജഹലാണെന്ന് കരുതിയിട്ട് ഒരൊറ്റ വെട്ട് കൊടുക്കുകയാണ് മുഗീറയെ. പക്ഷേ മരിച്ചു വീട്ടിൽ കൊല്ലപ്പെട്ടത് മുഗീറയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നെ മുഗീറ മരണപ്പെട്ടപ്പോ, കൊല്ലപ്പെട്ടപ്പോ മുഗീറത്തിൽ നിന്ന് ആ വസ്ത്രം പിന്നെ ധരിച്ചത് ഹർമലത്താണ്. ഹർമലത്ത് എന്ന് പറയുന്ന സഹോദരനാണ്, ശത്രുവാണ്. ഹർമലത്തിനെയും മഹാനായ അലി റളിയല്ലാഹു അൻഹു വെട്ടുകയാണ്. സ്വഹാബത്ത് മുഴുവനും അബൂജഹലിനെ തെരഞ്ഞു നടക്കുകയാണ്. അബൂജഹലിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ശത്രുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അബൂജഹലിനെ സംരക്ഷിക്കുകയാണ്. പക്ഷേ ധരിച്ചവരെ മുഴുവനും കൊല്ലപ്പെട്ടു പോയി. അബൂജഹലിന്റെ വസ്ത്രം ധരിച്ച് അബൂജഹലിനെ സംരക്ഷിക്കാൻ വേണ്ടി ബദറിൽ ഇറങ്ങിയ ശത്രുക്കൾ മുഴുവനും എല്ലാവരും കൊല്ലപ്പെട്ടു പോയി. അങ്ങനെയാണ് അബൂജഹൽ ഖാലിദ് ഇബ്നു അഹ്ലമിനെ വിളിക്കുകയാണ്, ഖാലിദേ നീ ധരിക്ക്, ഖാലിദേ നീ ഖരിക്കതാൻ, ഖാലിദേ നീ ധരിച്ചുകൊണ്ട് എന്നെ സംരക്ഷിക്കൂ, ഖാലിദേ പോയി പണിയോക്ക്. ആ ഖാലിദ് പ്രതികരിച്ചു. ഖാലിദ് ഇബ്നു അഹ്ലം പറഞ്ഞു, പോയി പണിയൊക്കെ, എന്താ അനക്ക് ധരിച്ചിട്ട് ഇറങ്ങിയാല്? ആ വെളു നമ്മളെടുത്ത് എടുക്കണ്ട. അബൂജഹലിന്റെ പടയങ്കി, അബൂജഹലിന്റെ വസ്ത്രം നാലാള് ധരിച്ചു. മൂന്നാള് ധരിച്ചു. മൂന്നാളും
കട്ടിങ് ആയി. പിന്നെ നാലാമത് വന്നതാരാ? നാലാമത് ഒരു വിളിക്കാണ്, ഖാലിദ് ഇബ്നു അഖ്ലബ്. ഖാലിദേ എങ്കിലും വാടാ, എങ്കിലും ധരിക്കടാ. നിങ്ങൾ മറ്റവരോട് പോയി പറഞ്ഞോളി. അങ്ങനെ ഖാലിദ് ധരിച്ചില്ല. അങ്ങനെ അബൂജഹൽ എന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ? ഒരു വൃക്ഷത്തൈന്റെ ഉള്ളില് കുറച്ച് ആളുകൾ കൂട്ടത്തിലുണ്ട്. കാരണം കുറച്ച് ബാക്കിയുള്ളവരൊക്കെ പിന്തിരിഞ്ഞോടി, കുറെ ആളുകൾ പിന്തിരിഞ്ഞോടി, കുറെ ആളുകളെ സ്വഹാബത്ത് അറസ്റ്റ് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കാണ്, കുറെ ആളുകൾ കൊല്ലപ്പെട്ടു. ഇവരിത് അവസാനം പുടുത്തം വിട്ടില്ലേ? ഒരു തസ്ബീഹ് മാല വന്ന് മുത്തുമണി കയറട് പൊട്ടിക്കഴിഞ്ഞാൽ മാലകൾ ഇങ്ങനെ മുത്തുമണി ഇങ്ങനെ കൊയിഞ്ഞാടും പോലെ ശത്രുക്കൾ 4 ഭാഗത്ത് കൂടുക. കുറച്ച് ആളുകളുണ്ട് അബൂജഹലിന്റെ അടുക്കൽ. ഈ അബൂജഹലിനെ ആണെങ്കിൽ ഇവര് തെരഞ്ഞു നടക്കണം. അല്ലാ, ഇനിയല്ലേ രസം പ്രിയപ്പെട്ടവരെ. അങ്ങനെ അബൂജഹലിനെ തെരഞ്ഞെടുക്കണം. അപ്പൊ കൂട്ടത്തിൽ അബൂജഹലിനെ വെട്ടിയത് ആരാ? ഇറങ്ങി മഹാനായ സയ്യിദുന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയണം. മഹാനവറുകൾ അവിടെ ഉണ്ട്. അപ്പൊ മഹാനവറുകളുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും 2 ചെറിയ മക്കള്. അബൂജഹലിന്റെ അന്ത്യ പറയാൻ പോകുന്നത്, അബൂജഹലിന്റെ അവസാനം പറയാൻ പോവാണ്. അബൂജഹലിനെ വെട്ടിയത് ഈ 2 മക്കളാണ്. ഈ 2 മക്കളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറഞ്ഞു. അബ്ദുറഹ്മാൻ തങ്ങൾ പറയണേ, എന്റെ 2 ഭാഗത്ത് ചെറിയ 2 മക്കളുണ്ടായിരുന്നു, അൻസാരിയായ 2 മക്കള്. അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളല്ലേ, ചെറിയ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ മക്കളല്ലേ, നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കുക. അപ്പൊ അബ്ദുറഹ്മാൻ തങ്ങൾ പറഞ്ഞു, ഞാൻ ആദ്യം മനസ്സിലാക്കിയത് എന്റെ 2 ഭാഗത്ത് 2 പീക്കിരികളാണല്ലോ റബ്ബേ, അങ്ങനെ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു മോനിങ്ങനെ ചെറിയ കുട്ടിയല്ലേ തോണ്ടിട്ട് പറഞ്ഞു, അല്ല തങ്ങളെ ഈ അബൂജഹൽ ഏതാ സാധനം ചോദിച്ചു. ബദറിലെ സംഭവം കേട്ടോ. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചു, എന്തിനാ അബൂജഹലിനെ എന്തിനാ ചോദിച്ചു? കുട്ടികളാണല്ലോ. അപ്പോ ആ മോൻ പറഞ്ഞു, എനിക്കോനെ വെട്ടി തള്ളിയിടണം. മാഷാ അല്ലാഹ്. അബ്ദുറഹ്മാൻ തങ്ങൾ പറയണേ, ഞാൻ ആദ്യം കരുതിയത് 2 പീക്കിരി കുട്ടികളാണ് എന്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും. പിന്നല്ലേ ഞാൻ മനസ്സിലാക്കിയത് എന്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും വലിയ പർവ്വതങ്ങളാണെന്ന്. അല്ലാ, അബൂജഹലിനെ നിങ്ങൾ വെട്ടാനോ? എന്താ ഓനെ എനിക്ക് വെട്ടിക്കൂടെ? അബൂജഹലിനെ വെട്ടിക്കൂടെ? നിങ്ങൾ അബൂജഹലിനെ കാണിച്ചു അങ്ങനെ കാണിച്ചു കൊടുത്ത്. അതാണ് ആ സാധനം. പിന്നെ അബൂജഹലിന്റെ മുഖത്ത് നീ 2 മക്കളും കണ്ണെടുത്തിട്ടില്ല. ഓനെങ്ങനെ നോക്കി ഇങ്ങനെ നടക്കാം. ബദറിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ. കുട്ടികളല്ലേ, വല്ലാതെ ശ്രദ്ധിക്കൂലല്ലോ. മക്കളാവുമ്പോ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കൂലല്ലോ. അങ്ങനെ ആ മക്കൾ ആരറിങ്ങൾക്ക്? മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു, മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. 2 മക്കളാണ്, 2 ചെറിയ മക്കളാണ്. ഈ മക്കൾ ഇങ്ങനെ ബദറിൽ ഇങ്ങനെ നടക്കുക. അപ്പൊ മക്കളല്ലേ, ആരും കൂടുതൽ ശ്രദ്ധിക്കൂല. അബൂജഹലാണെങ്കിലോ അവിടെ ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ. ചരിത്രം പറയുന്നത് കാണാം. അല്ലാഹുവേ, അബൂജഹലിനെ കണ്ടതിന് ശേഷം പിന്നെ അബൂജഹലിന്റെ ശരീരത്തിൽ നിന്ന് ഈ മക്കൾ കണ്ണെടുത്തിട്ടില്ല. ഈ 2 മക്കളതാ അല്ലാഹുവേ ബദറിലേക്ക് ചെല്ലുകയാണ്. ബദറിലേക്ക് ചെന്നിട്ട് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു 2 ചെറുപ്പക്കാരാണല്ലോ. ഒരു ചെറുപ്പക്കാരൻ അബൂജഹലിന്റെ സമീപത്ത് എന്നിട്ട് ചരിത്രം പറയുന്ന മുആദ് എന്ന ചെറുപ്പക്കാരനാണ്. ഈ മുആദ് എന്ന പൊന്നുമോൻ എന്നിട്ട് അബൂജഹലിന്റെ കാലിനങ്ങ് വെട്ടുകൊടുക്കുകയാ. അബൂജഹലിന്റെ കാലിനങ്ങ് വെട്ടുകൊടുക്കുകയാണ്. ആരും ശ്രദ്ധിക്കൂല. ചെറിയ മക്കളാണല്ലോ, ചെറിയവരാണല്ലോ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് അബൂജഹലിന്റെ തണ്ടങ്കാൽ നോക്കിയിട്ടങ്ങ് ഒരൊറ്റ വെട്ട് കൊടുക്കുകയാ. ആ വെട്ടങ്ങ് കിട്ടിയത് നല്ല മൂർച്ചയുള്ള വാള് കൊണ്ടാണ്. അബൂജഹലദാ ഫദോ എന്ന് പറഞ്ഞിട്ട് ബദറിന്റെ രണാകുളത്തിൽ അങ്ങ് മലർന്നടിച്ച് വീണു പോവുകയാണ്. ഫദറൂലായെന്ന് കരുതിയ അഹങ്കാരി, ഈ ഉമ്മത്തിന്റെ ഫറോവയായി ചരിത്രം രേഖപ്പെടുത്തിയ അബൂജഹല് മൂസാ നബിയെ ആക്രമിച്ച ഫറോവയെ പോലെ, മുത്തുനബിയെ അത്രത്തോളം ആക്രമിച്ച ഫറോവയെ പോലെ ആക്രമിച്ച അബൂജഹലിന്റെ കാലില് ആദ്യമായി വെട്ടേൽക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്ന്? മുആദ് എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് വെട്ടേറ്റപ്പോ കാലിന്റെ തണ്ടങ്കാൽ
കാലിനങ്ങ് വെട്ടേറ്റപ്പ അബൂജഹലതാ ബദറിന്റെ രണാകുളത്തിലങ്ങ് മലർന്നടിച്ചു വീഴുകയാ. വലിയ സാധനമല്ലേ അബൂജഹല്, നല്ല തടിയുള്ളവനല്ലേ അബൂജഹല്, വില്ലാളി വീരനല്ലേ അബൂജഹല്. അബൂജഹലങ്ങ് മലർന്നു വീണപ്പോ പിന്നെ അബൂജഹലിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അബൂജഹൽ നോക്കി, ആരെന്നെ വെട്ടിയത്? സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് മക്കള് അബൂജഹലിന് വെട്ടി കിട്ടിയില്ല സങ്കടം. അബൂജഹലിന് വെട്ടി കിട്ടിയില്ല സംഭവം. യുദ്ധല്ലേ, ചിലപ്പോ കിട്ടും, ചിലപ്പോ അവിടെ ഇവിടെ ഒക്കെ കിട്ടും. പക്ഷെ എന്തിനാ സങ്കടം? വെട്ടിയ ആള് ചെറിയ ആളായി പോയി. അല്ലാ, പണ്ട് ഉദാഹരണം പറയണില്ല, ഞാനിപ്പോ പറയണില്ല. ഒരു ഉദാഹരണം പറയാണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കിയേ, വെട്ടിയ ആള് ചെറിയ ആളായി പോയി. ആ ചങ്ങായിന്റെ ഒരു കിബറോക്കി. അല്ലാഹുവേ, എത്രത്തോളം ഉണ്ടാകും അത്. അബൂജഹൽ പറഞ്ഞു, ഇവനാണല്ലോ വെട്ടിയത്. സുബ്ഹാനല്ലാഹ്. മാണ്ടില്ലേ. നേരെ മറിച്ച് വലിയ ഹംസ വെട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അലി വെട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ആ വലിയ ആളുകളൊന്നും വെട്ടാണെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു, കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്നെ വെട്ടിയത് ആരാ? ഈ പീക്കിരിയാണല്ലോ എന്നെ വെട്ടിയത്. അബൂജഹൽ മനസ്സോട് പറയാം. പക്ഷെ എഴുന്നേക്കാൻ കഴിയുന്നില്ല സാധനത്തിന്. പിന്നെ ഗുരുതര വെട്ടല്ലേ. പിന്നെ കിട്ടിയ അവസരം പിന്നെ നമ്മൾ ഒഴിവാക്കുവോ? കിട്ടിയ അവസരം നോക്കി നിൽക്കല്ലേ നമ്മള്, അല്ലേ? ഇപ്പൊ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമോ എന്നിങ്ങനെ നോക്കി നിൽക്കുക. കിട്ടിയാലോ അതിനെ പിടിച്ചെടുത്ത് തോന്നൂല, നമ്മള് അതിനെ പിടിച്ചെടുത്ത് തോന്നും. അപ്പൊ അബൂജഹലിന് തുരുതുരാ വെട്ടി കിട്ടി. അബൂജഹൽ ബദറിന്റെ രണാങ്കളത്ത് ഇങ്ങനെ മലർന്നടിച്ച് വീണ് ഇങ്ങനെ കിടക്കുക. പിന്നെ ആ എഴുന്നേക്കാൻ വയ്യ, കാരണം നല്ല തടിയാണ്. ഈ തടിയുള്ള ആളുകൾ നമ്മൾ പറയില്ലേ, അടിതെറ്റിയാൽ ആനയും വീണു, അല്ലേ? അങ്ങനെ ഒരു ആന ബദറിന്റെ രണാങ്കളത്ത് വീണു. അങ്ങനെ ഒരാള് വീണു. പക്ഷേ വീണ് കഴിഞ്ഞാൽ, നല്ല തടിയില്ലാത്തവരൊന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് എഴുന്നേക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? കഴിയൂല. നല്ല തടിയില്ലൊന്ന് വീണ് കഴിഞ്ഞാല് അള്ളാഹു നമ്മളെ തടി കൂടിയവർക്കൊക്കെ നോർമലാക്കി കൊടുക്കട്ടെ. തീരെ തടി ഇല്ലാത്തവർക്ക് അള്ളാഹു നല്ല പാകത്തിലുള്ള തടിയും കൊടുക്കട്ടെ. അപ്പോ നല്ല തടിയുള്ള ആളുകളൊന്നും വീണാണ്ടല്ലോ. നല്ല തടിയുള്ള ആളുകൾ സുജൂദ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, കുറച്ച് പ്രയാസമാണ്. കൈയൊക്കെ കുത്തി, കാലൊക്കെ കുത്തി, പതിയെ അവർക്ക് എഴുന്നേക്കാൻ പറ്റുള്ളൂ, പതിയെ കൈയുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, തടി ഉണ്ടാവും. അങ്ങനെയാണ് അബൂജഹൽ സാധാരണ ബദറിൽ അങ്ങോട്ട് വീണിട്ട് പിന്നെ അങ്ങോട്ടും ചെറിയാൻ വയ്യ, ഇങ്ങോട്ടും ചെറിയാൻ വയ്യ. കാരണം കാലന കിട്ടിയത്. ഒരാളെ വീകണമെങ്കിൽ, ഒരാളെ തകർക്കണമെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് എവിടെയാ? കോച്ചളിക്കാണ്, അല്ലെ? കാലിനാണ്. അല്ലെങ്കിൽ പിന്നെ നീച്ച് പായാലോ, തലക്കടിക്കാലോ, അല്ലെങ്കിൽ കയ്യിന് കിട്ടിയാലോ, മോത്തൊരു കുത്തിട്ടിയാലോ, ഒരു കിക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ട് കിക്ക് കിട്ടിയാലോ, കാലുണ്ടെങ്കിൽ കാലുകൊണ്ട് ഓടി വേണ്ട, അല്ലേ? അങ്ങനെയാണ്. അപ്പൊ ആദ്യത്തെ കിക്ക് എവിടെയാ? ആദ്യത്തെ കിക്ക് അതല്ലേ. പിന്നെ പന്തളിക്കുന്ന സമയത്തൊക്കെ കാലിന് കൊച്ചിലേക്ക് ഒരു വെട്ടട് കെട്ടി കഴിഞ്ഞാൽ അവിടെ കടന്ന് പൊളയുന്നുണ്ടില്ലെങ്കിൽ അതെന്താ? എഴുന്നേക്കാൻ കഴിയില്ല, കാലിനട് കെട്ടി കഴിഞ്ഞാൽ. അബൂജഹലിന്റെ കാലിനൊരു വെട്ടട് കിട്ടിയപ്പോ സുബ്ഹാനല്ലാഹ്, പിന്നെ എഴുന്നേക്കാൻ കഴിയില്ല സാധനത്തിന്, എഴുന്നേക്കാനേ കഴിയണില്ല. അങ്ങനെ അബൂജഹൽ ബദറിന്റെ രണാങ്കളത്തിൽ വീണു. അല്ലാഹുവേ, സ്വഹാബത്തെല്ലാം അബൂജഹലിനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹു ഈ മക്കളെ ഏൽപ്പിക്കാൻ കാരണം ആ സാധനത്തിന്റെ കിബിറും ഒതുങ്ങിക്കോട്ടെന്ന് കരുതിയിട്ട്. ഓൻ വലിയ കിബിറും കാട്ടി നടക്കല്ലേ, ഞാൻ അങ്ങനത്തോനാണ് ഇങ്ങനത്തോനാണ്. എന്നിട്ട് ആരെ അബൂജഹലിനെ വെട്ടിയത്? ഈ രണ്ട് മക്കള്, രണ്ട് ചെറിയ മക്കളുടെ മുമ്പിൽ പാറ പോലെ ഞാനാണ് വലിയവനെന്ന് അടിയുറച്ചു നിന്നിരുന്ന അബൂജഹലെ ബദറിന്റെ രണാങ്കളത്തിൽ പതറി വീണു. സുബ്ഹാനല്ലാഹ്. അബൂജഹൽ വീണോടുകൂടി പിന്നെ മഖ്സൂമികൾ അടി വതറി. പിന്നെ ഓല കൈ നാഗെ പിടുത്തം വിട്ടു. പിന്നെ എങ്ങനെ നിന്നീനൊക്കെ എങ്ങനെയായി? ഇതുവരെ ആരടാന്ന് ചോദിക്കുമ്പോ ഞാനടാന്ന് പറഞ്ഞ ഇങ്ങനെ നിന്നീന ആൾക്കാരൊക്കെ അബൂജഹൽ വീണോടുകൂടി പിന്നെ എങ്ങനെയായി? പിന്നെ എങ്ങനെ വന്നിട്ട് പാവപ്പെട്ടവരെ പോലെ മുസ്ലിമീങ്ങളെ മുമ്പിൽ വന്നു നിന്നു. മുസ്ലിമീങ്ങൾക്ക് കൊല്ലാമായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ വാളെടുത്തവനെ വാളോട് തീർത്തിട്ടുള്ളൂ. വാളെടുത്ത് തീർക്കാൻ വന്നവനെ മുസ്ലിമീങ്ങൾ വാളോട് തീർത്തിട്ടുള്ളൂ സ്വഹാബത്ത്. പക്ഷേ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്തു? പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു, മുത്തുനബിന്റെ മുമ്പിലേക്ക് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. അബൂജഹലിനെ വലിപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഓനെ വിടാൻ പറ്റൂല, ഓനൊരു നിലക്കും വിടാൻ പറ്റൂല. സ്വഹാബത്തെല്ലാം അബൂജഹലിനെ ബദറിന്റെ രണാങ്കളത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അബൂജഹൽ വെട്ടുകിട്ടിക്കാലിൽ തണ്ടങ്കാലിന് വെട്ടേറ്റുകൊണ്ട് ഒരുപാട് വെട്ടുകൾ കിട്ടിയ അബൂജഹല് ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് ഒഴിഞ്ഞ് എഴുന്നേൽക്കാനോ ഒന്ന് ചെരിഞ്ഞു കിടക്കാനോ ഒന്ന് ചെരിഞ്ഞിരിക്കാനോ കഴിയാതെ ബദറിന്റെ രണാങ്കളത്ത് അബൂജഹൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പോഴാണ് അബൂജഹൽ അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, അബൂ സുഫിയാനേ, നീ മക്കയിലേക്ക് തിരിച്ചു പോന്നപ്പോ ഞങ്ങളോട് പറഞ്ഞല്ലോ അബൂജഹലേ നിങ്ങൾ മക്കത്തേക്ക് മടങ്ങിക്കോളി, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നിങ്ങളെ മക്കയിലേക്ക് മടങ്ങിക്കോളി എന്ന് പറഞ്ഞല്ലോ. അബൂ സുഫിയാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നാകിരുന്നു അല്ലാ. അപ്പോഴാണ് അബൂജഹൽ പറയുന്നത്, തിരിഞ്ഞു നോക്കിയപ്പോ കൂട്ടുകാരില്ല, മഖ്സൂമികളില്ല, കൂടപ്പുറപ്പുകളില്ല, മക്കളില്ല, സ്നേഹിതന്മാരില്ല, ആരെയും കാണുന്നില്ല. എല്ലാവരും മുസ്ലിമീങ്ങളുടെ കസ്റ്റഡിയിലാണ്. ചിലരൊക്കെ കുതിര ഓടിപ്പോയി മക്കയിലേക്ക് ഓടിപ്പോയവരുണ്ട്, ചിലരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ചിലരെല്ലാം മുസ്ലിമീങ്ങളെ സ്വഹാബത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ചരിത്രം പറയുന്നത് കാണാ, അബൂജഹൽ രണാകുളത്തങ്ങ് പിടഞ്ഞു വീണുപോയി. അവസാനം അബൂജഹലിന്റെ തലയെടുത്ത സ്വഹാബിയാരെന്നറിയോ? അബൂജഹലിന്റെ തലയെടുത്ത സ്വഹാബിയാരെന്നറിയോ? അബൂജഹലിന്റെ മരണം അത്രത്തോളം നിസാരമായിട്ട് അങ്ങനെ മനുഷ്യക്കെ വെട്ടിയതാരാ? ഈ രണ്ട് മക്കള് അല്ലേ? അബൂജഹലിന്റെ തലയെടുത്തതാരാ? അത് അതിലും വലിയ രസം. അബൂജഹലിന്റെ തലയെടുത്തതാരറിയോ? ഒരു ചെറിയ വികലാംഗതയുള്ള ഒരു സ്വഹാബിയുണ്ട് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന്, മഹാനായ സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വേച്ച് നടക്കുന്ന സ്വഹാബിയാണ്. നമ്മളെ മലയാള ഭാഷയിൽ പറയല കുള്ളനായ സ്വഹാബിയാണ്. കുള്ളൻ എന്താ? ചെറിയ ആള്, വലിപ്പം കുറവില്ല ആള്. വലിപ്പം കുറവില്ല ആളെന്ന് നമ്മൾ പറയാം. അതേ പ്രകാരം ഒരു കുള്ളനായ സ്വഹാബിയാണ് അബൂജഹലിന്റെ തലയെടുത്തത്. അതും അബൂജഹലിന് പറ്റിയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ തെരഞ്ഞു നടക്കുക അബൂജഹലിനെ. ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിനെ തെരഞ്ഞു നടക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിനെ തെരഞ്ഞെടുക്കാൻ നല്ല വേറൊരു കാരണമുണ്ട്. ആ കാരണം ഇൻഷാ അല്ലാഹ് നാളത്തെ ബദറിൽ പറയും. നാളത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ബദർ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അബൂജഹലിന്റെ തല അബൂജഹലിന്റെ അടുക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നു. ഇബ്നു മസ്ഊദ് തങ്ങൾ വന്നപ്പോ, അന്നെ ഞാൻ നോക്കി നടക്കേനി അബൂജഹലെ, ഇവിടെ കിടക്കണ്ടില്ലേ? അല്ലാഹ്. അബൂജഹൽ പറഞ്ഞു, എനിക്ക് മരിക്കണേന് യാതൊരു കുഴപ്പമില്ല, പക്ഷെ എന്റെ കൈ കൊണ്ട് മരിക്കണേന് എനിക്ക് കുഴപ്പമാണ്, അതുകൊണ്ട് എനിക്ക് ഇന്നെ വെട്ടല്ലേ, വേറെ ആരെങ്കിലും ഒന്ന് വെട്ടിക്കോട്ടെ. സാധനെ എന്റെ കൈ കൊണ്ട് മരിക്കാൻ എനിക്ക് വയ്യ, കാരണം ഇത് അടിമയല്ലേ, ഇത് അടിമയായ ആളല്ലേ, അല്ലെങ്കിൽ ഇത്രയും ചെറിയ ആളല്ലേ. മരിക്കണ സമയത്ത് പോലും ചങ്ങായി വിട്ടുകൊടുക്കണില്ല. ആലോചിച്ച് നോക്കി, മരണം മുന്നിൽ കണ്ട സമയമാണ്. മരിക്കണ സമയത്ത് പോലും ഒരടി വിട്ടുകൊടുക്കണില്ല. അബൂജഹൽ പറയണേ, എന്റെ കൈ കൊണ്ട് മരിക്കണേ എനിക്ക് കുഴപ്പമാണ്, അതുകൊണ്ട് ഇതിന്റെ കൊല്ലല്ലേ. ഇബ്നു മസ്ഊദ് അന്നെ ഞാൻ എന്നെ ശരിയാക്കൂടാ, ഞാൻ എന്നെ ശരിയാക്കും. കാരണം ഒരു കാര്യത്തിൽ ഒരു കാര്യം എന്നോട് ചോദിക്കാനുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ ശരീരത്തിൽ അങ്ങ് കേറിയിരുന്ന്, അബൂജഹലിന്റെ ശരീരത്തിൽ അങ്ങ് മല പോലുള്ള സാധനല്ലേ, വലിയ സാധനല്ലേ. ഇബ്നു മസ്ഊദ് തങ്ങളെ ചെറിയൊരു സ്വഹാബിയ. അബൂജഹലിന്റെ നെഞ്ഞത്തങ്ങ് ശരീരത്തിനങ്ങ് കേറി തുരുതുരാ വെട്ടിയിട്ട് ശിരസിനെ തലക്കങ്ങട്ട് വേറെടുത്തിട്ടോ ആ തലയെ കൊണ്ടുപോയി ഇലാ ഹദറത്ത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക്. അബൂജഹലിന്റെ തലയെടുത്തതും അബൂജഹലിന്റെ തലയെ മുത്തുനബിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയതും മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എങ്ങനെ കൊണ്ടുപോയത്? ഇബ്നു മസ്ഊദ് തങ്ങൾ ചെറിയ സ്വഹാബിയാണ്, പക്ഷെ അബൂജഹലിന്റെ തല വലിയ തലയാണ്. ആ വലിയ തല ഇങ്ങനെ പൊക്കാൻ കഴിയൂല, ചെറിയ സ്വഹാബിയാണ്. അപ്പൊ എങ്ങനെയാ കൊണ്ടുപോയത്? ആ രണ്ട് ചെറിയ മക്കള് അബൂജഹലിനെ വെട്ടി തള്ളിയിട്ട് അങ്ങനെ വെട്ടിയതിന് ശേഷം മാഷാ അല്ലാഹ് അബൂജഹൽ അങ്ങ് രണാങ്കളത്ത് വീണതിന് ശേഷം പിന്നെ യുദ്ധത്തിന്റെ ആരവം അവിടെ അടങ്ങി. പ്രിയപ്പെട്ടവരെ,
പിന്നെ യുദ്ധത്തിന്റെ ആരെ വടമി കാരണം എന്താ? അബൂജഹലല്ലേ പോയത്. അബൂജഹല് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂടുതൽ ആരും വരൂല. കാരണം അതങ്ങനെയാണ്. അബൂജഹല് പോയി കഴിഞ്ഞാൽ അബൂജഹലാണല്ലോ എല്ലാത്തിനും നേതാവ്. അപ്പൊ അബൂജഹൽ അങ്ങ് വീണ സമയത്ത് പതോമെന്ന് പറഞ്ഞിട്ട് ഒറ്റ വീകല്, വലിയ സാധനല്ലേ. അപ്പൊ ഒന്നായിട്ടിട്ട് വീണപ്പോ അല്ലാ ശത്രുക്കൾ ആകെ പരുങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാം? അല്ലാ ആകെ പുടുത്തം വിട്ടല്ലോ. ഇത് സംഗതി ആകെ പുടുത്തം വിട്ടു. ശത്രുക്കളൊക്കെ 4 ഭാഗത്തേക്കും ചെതറി ഓടി. ചില ആളുകൾ എന്ത് ചെയ്തു? ആയുധം കൊണ്ട് വന്നിട്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ കീഴടങ്ങി ആയുധം വെച്ചിട്ട് ഇങ്ങനെ നിന്ന്. ചില ആളുകൾ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അബൂജഹൽ വീണു. മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും അബൂജഹലിനെ തെരഞ്ഞു നടക്കുകയാണ്. അവനെ കൊല്ലണം, അവനെ വെട്ടണം. അങ്ങനെയാണ് മഹാനായ സയ്യിദന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ അങ്ങനെ തെരഞ്ഞെടുക്കാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താ? ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അബൂജഹലിനെ അങ്ങനെ തെരഞ്ഞെടുക്കാണ്. അപ്പോഴാണ് ഒരു മല പോലെ അബൂജഹൽ ഇങ്ങനെ കിടക്കാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറിയ, നമ്മൾ ഇന്നലെ പറഞ്ഞു, ചെറിയ സ്വഹാബിയാണ്. നമ്മൾ സാധാരണ പറയും പ്രായം കുറഞ്ഞ അഥവാ വല്ലാതെ വലിപ്പമില്ലാത്ത കുള്ളനായ ഒരു സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അബൂജഹലിന്റെ അടുത്ത് ഇങ്ങനെ ചെന്നോക്കി. അബൂജഹൽ എഴുന്നേക്കോ, എന്താ സാധനം, എന്താ കാട്ടോ നോക്കാൻ വേണ്ടി അബൂജഹലിന്റെ അടുത്ത് ഇങ്ങനെ പോയോ. അപ്പൊ അബൂജഹലിന്റെ അടുത്ത് പോയപ്പോ അബൂജഹൽ ഇങ്ങനെ കിടക്കുക. ഈ കടത്തം ഇങ്ങനെ കിടക്കുക. ഓൻ വളവനാണല്ലോ. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കുറച്ചേരം നിന്ന് നോക്കി. ഓൻ നീച്ചിക്കോ ഇല്ലേ, ഓനെ പരിപാടി എന്താ അറിയാൻ വേണ്ടിട്ട്. പക്ഷെ അബൂജഹൽ എഴുന്നേക്കണില്ല. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കമ്പി എടുത്തിട്ട് അങ്ങനെ കുത്തിയോക്കി, തോണ്ടിയോക്കി. നമ്മളില്ലേ ഒരു പാമ്പിനെ കാണുമ്പോ ആ പാമ്പ് ചത്തുങ്ങളോ ഇല്ലേ എന്ന് പറയാൻ വേണ്ടി ദൂരത്ത് നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ആ വടിയോണ്ട് ഇങ്ങനെ തോണ്ടിയേക്കും. അതല്ലാതെ ആ പാമ്പടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നുകാണ്ട് ചത്തുകളോ ഇല്ലേ തൊട്ടോക്കോ നമ്മള്? ഇല്ലല്ലോ, തൊട്ടോക്കൂലല്ലോ. എന്താ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യാം? നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യണത് എന്താ? ആ പാമ്പിനെ ദൂരത്ത് നിന്ന് ആ കല്ലോണ്ടൊന്ന് കുത്തിയോക്കും, അല്ലെങ്കിൽ വടിയോണ്ടൊന്ന് ഇങ്ങനെ കുത്തിയോക്കും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ അങ്ങനെ തോണ്ടിയോക്കി, കമ്പിയോണ്ട് കുത്തിയോക്കി. അവ സാധനത്തിന് ജീവൻ ഒന്നങ്ങനെ അങ്ങോട്ടും ഞെരുങ്ങുന്നുണ്ട്. അപ്പൊ ജീവണ്ടെന്ന് മനസ്സിലായി. അപ്പോഴും ഒന്നുകൂടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദൂരത്ത് നിന്ന് ഒന്നുകൂടി ഒന്ന് തോണ്ടിയോക്കി. കാരണം ഇത് ഭയങ്കര പഠിച്ച വളവനാണ്, പഠിച്ച വളവനാണ്. പതുക്കെ ഇങ്ങനെ ചിലപ്പോ അടുത്തൊക്കെ ഒറ്റ പുറത്തേക്കാരാം. അപ്പൊ നല്ല വളവനാ. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒന്നുകൂടി തോണ്ടിയോക്കി. അപ്പൊ മനസ്സിലായി ആക്ക് വെട്ടേറ്റിട്ട് അനങ്ങാൻ കഴിയാതെ കിടക്കുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. അബൂജഹലിന്റെ സമീപത്തിൽ നിന്നുകൊണ്ട് അബൂജഹലിന്റെ ശരീരത്തിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കയറിയിരിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ ശരീരത്തിൽ കയറിയിരുന്നിട്ട് അബൂജഹലിന്റെ വാള് കൊണ്ട് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ വെട്ടുകയാണ്. കേളട അബുജാഹിലെ കേളട കൊടിയ കേടാ കേളട ചടയ മുടാ കേളട തുടി തുടിക്കും ചകയ കട് കടുക്കും പകയ തുടി തുടിക്കും ചകയ കട് കടുക്കും പകയ ജഹലേ കേളട. ബദർ പാട്ടാണത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ മുമ്പ് വന്നിട്ട് പറയണ, കേളടാ കേൾക്കടാ അബൂജഹലേ, കേളടാ കൊടിയ കെടാ, എടാ ദുഷ്ടാ പറയടാ നീ ആരാ? എന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചവനല്ലേ നീ? ഒരുപാട് വേദനിപ്പിച്ചവനല്ലേ? കേളടാ ചടയമുടാ കേളടാ പറടാ, നീ കേൾക്കണം. ഇനി എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. കേളടാ അബൂജഹലേ കേളടാ കൊടിയ കെടാ കേളടാ ചടയമുടാ കേളടാ തുടി തുടിക്കും ചകയ കട് കടുക്കും പകയ തുടി തുടിക്കും ചകയ കട് കടുക്കും പകയ ജഹലേ കേളടാ.
ചാളിച്ചകത്തെ പോലെ കാണി കിടപ്പവനെ ചാളും അത് വല്ല നാളും അഹ്സാക്കല്ല ചാളിച്ചകത്തെ പോലെ മാളി കിടപ്പവനെ ചാളും അത് വല്ല നാളും അഹ്സാക്കല്ല. അബൂജഹലിന്റെ മുന്നിൽ ചെന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ചാളും യാ അദുവല്ലാ, അല്ലാഹുവിന്റെ ശത്രുവേ, നിന്നെ ഞാൻ വകവരുത്തടാ, നിന്നെ ഞാൻ വകവരുത്തും. നാളും അഹ്സാക്കല്ലാ, അല്ലാഹു എന്നും ഇന്ന് എന്നല്ല എല്ലാ നാളും അല്ലാഹു നിന്നെ പരാജയപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയിരുന്നിട്ട് അബൂജഹലിനോട് പറയാണ്, അബൂജഹലേ, നിന്നെ ഞാൻ വെറുതെ വിടൂല അബൂജഹലേ, നിന്നെ ഞാൻ വെറുതെ വിടൂല അബൂജഹലേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയപ്പോ അബൂജഹൽ പറയുകയാണ്, നീയാണോ എന്നെ കൊല്ലുന്നത്? നീയാണോ എന്നെ കൊല്ലുന്നത്? അതെ, ഞാനാണ് എന്നെ കൊല്ലുന്നത്. ഒരു അടിമ ഉടമയോ കൊല്ലുകയോ ഞാൻ മരിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല, പക്ഷേ നീ എന്നെ കൊല്ലുന്നത് എനിക്ക് പ്രശ്നമാണെന്ന് അബൂജഹൽ പറയുകയാണ്. മരിക്കുന്ന സമയത്ത് പോലും അഹങ്കാരത്തിൽ ഒരു പടി പോലും താഴോട്ട് പോവാതെ അബൂജഹൽ ബദറിന്റെ രണാകുളത്ത് മല പോലെ വന്ന് കിടക്കുമ്പോ അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ വാളെടുത്തിട്ട് ബിസ്മിൽ അല്ലാഹ് അബൂജഹലിന്റെ തലക്കങ്ങ് ആഞ്ഞു വെട്ടുകയാണ്. ചരിത്രം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, അബൂജഹലിന്റെ തലക്കങ്ങ് വെട്ടുകയാണ്. ഒരൊറ്റ വെട്ടിന് തന്നെ അബൂജഹലിന്റെ തല ചിന്നിയങ്ങ് ചിതറുകയാണ്. അല്ലാഹുവേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തല വെട്ടിയതിന് ശേഷം ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്ന് പറയുകയാണ്, നബിയേ, ഞങ്ങൾ അബൂജഹലിന്റെ തല വെട്ടി നബിയേ, ഞാൻ അബൂജഹലിന്റെ തല വെട്ടി തങ്ങളെ, ഞാൻ അബൂജഹലിന്റെ തല വെട്ടിയിട്ടുള്ള നബിയേ. അല്ലാഹുവിന്റെ ഹബീബിന് വലിയ സന്തോഷമായി, ആരംഭ റസൂലുള്ളാഹിക്ക് വലിയ സമാധാനമായി. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അബൂജഹലിന്റെ തല വെട്ടിയ സന്തോഷ വാർത്ത മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറിയ സ്വഹാബിയല്ലേ, ആ സ്വഹാബി വന്ന് പറഞ്ഞപ്പോ യുദ്ധത്തിനിടയിൽ ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന് സ്വഹാബത്ത് ബന്ദിയാക്കിയിരുന്ന ഒരു ശത്രു മുത്തുനബിയുടെ സമീപത്തുണ്ടായിരുന്നു. ആരെന്നറിയോ? അഖിൽ ഇബ്നു അബീ ത്വാലിബ് എന്ന പ്രിയപ്പെട്ട ശത്രുക്കളെ കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരനെ സ്വഹാബത്ത് അറസ്റ്റ് ചെയ്തിട്ട് മുത്തുനബിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അബൂജഹലിന്റെ തല ഞാൻ വെട്ടിയെന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ മുത്തുനബിയുടെ മുമ്പ് വന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ബന്ദിയാക്കപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ശത്രു അബൂജഹലിനെ വെട്ടിയ കള പറയാതെ ആരാ പറയണത്? മുത്തുനബിന്റെ മുമ്പിൽ ഒരു ശത്രുവിനെ പിടിച്ചേച്ചിക്കണ്. ചില ശത്രുക്കള് ആയുധം വെച്ച് കീഴടങ്ങിയല്ലോ. അങ്ങനെ കീഴടങ്ങിയ ശത്രുക്കളിൽ നിന്ന് അഖിൽ ഇബ്നു അബീ ത്വാലിബ് എവിടെ ഉണ്ടായിരുന്നു? സ്വഹാബത്തിന്റെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങൾ നബിയേ, ഞാൻ അബൂജഹലിനെ വെട്ടിയിട്ടുണ്ട്. അബൂജഹലിനെ വെട്ടണ് ആരാ പറയണത്? ഈ ശത്രു പറയണം. അബൂജഹൽ നിങ്ങൾക്ക് തൊടാൻ കിട്ടൂല. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ കദ്ദാബാ, നീയാണ് കളവ് പറയുന്നത്, ഞാൻ അബൂജഹലിനെ വെട്ടിയിട്ടുണ്ട് എന്ന്. അബൂജഹലിനെ വെട്ടിയുടെ ഒരു അടയാളം പറഞ്ഞോണ്ടാ, അബൂജഹലിനെ വെട്ടിന്റെ ഒരു അടയാളം പറഞ്ഞോണ്ടാ. നമ്മൾ കേൾക്കല്ലേ, അന്ന് അടയാളം പറഞ്ഞോണ്ടാ, നീ അടയാളം പറഞ്ഞോണ്ടാ. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ അബൂജഹലിനെ വെട്ടിയപ്പോ മല പോലെയുള്ള ഒരു സാധനമല്ലേ അബൂജഹലിന്റെ ശരീരത്തിലേക്ക് ഞാൻ കേറിയപ്പോ അബൂജഹലിന്റെ കാലിന്റെ തുടയിലെ ഒട്ടകത്തിന്റെ ചങ്ങലക്കണ്ണി പോലെ ഒരു അടയാളമുണ്ട് തങ്ങളെ.
അബൂജഹലിനെ സ്വഹാബത്ത് പലപ്പോഴും തെരഞ്ഞു നടന്നു. പക്ഷേ അബൂജഹല് പലപ്പോഴും മിന്നിമാറിയല്ലോ. മരണം പേടിച്ചിട്ട് ബദറിന്റെ രണാങ്കളത്തേക്ക് ഒരു പുലിയെ പോലെ കടന്നു വന്ന അബൂജഹല് അവസാനം മരണം പേടിച്ചിട്ട് ധരിച്ച പടയങ്കി ഊരിയിട്ട്, ധരിച്ച വസ്ത്രം ഊരിയിട്ട്, ഡ്രസ് ഊരിയിട്ട് മറ്റുള്ളവർക്ക് കൊടുത്ത ചരിത്രം ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? ആ അബൂജഹലിനെ വധിച്ചു കളഞ്ഞ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, അബൂജഹലിന്റെ കാലിന്റെ തുടയില് ഒട്ടകത്തിന്റെ ചങ്ങല കണ്ണി പോലെ ഒരു അടയാളം ഞാൻ കണ്ടു തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതാണ് അബൂജഹല്. അവൻ അബൂജഹല് തന്നെയാ, അവൻ അബൂജഹല് തന്നെയാ, അവൻ അബൂജഹല് തന്നെയാണ്. അബൂജഹലിന്റെ കാലിന്റെ വലയുടെ തുടത് ഭാഗത്ത് ഒരു ഒട്ടകത്തിന്റെ ചങ്ങലക്കണ്ണിയെ പോലൊരു അടയാളമുണ്ട്, ഒരു മുറിവുണ്ട്. അത് എങ്ങനെ വന്നതാണെന്നറിയോ? അബൂജഹലിന് ആ മുറി എങ്ങനെ വന്നതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് മക്കയിൽ ഞാനും അവനും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജദ്ഇന്റെ ഭക്ഷണ തളികയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണ തളികക്ക് വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോ അബൂജഹൽ വന്നിട്ട് അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കി. ചെറുപ്പത്തിൽ അതെങ്ങനെ ഉണ്ടായത് നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ ശരീരത്തിലൊക്കെ ഉണ്ടാവും നമുക്ക് ഓരോ കലകളുണ്ടാവും, നമുക്ക് ഓരോ കാക്കാപ്പുള്ളി ഉണ്ടാവും. നിങ്ങൾ നോക്കിയേ, നമ്മൾ സ്കൂളിൽ കൊണ്ടേക്കുമ്പോ മോന്റെ അടയാളം എന്താ? അടയാളം നോക്കാൻ വേണ്ടി കാക്കാപ്പുള്ളി നോക്കാം. എന്താ അവിടെ കാക്കാപ്പുള്ളില്ലേ? ചെറുപ്പത്തിലൊക്കെ ഉണ്ട് കാക്കാപ്പുള്ളി ഇവിടുന്ന് പറിച്ചിട്ട് ഇവിടെ വെക്കുക. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കണ്ടോ? അങ്ങനെ കണ്ടോ? പറയണേ കേക്കാം. ചിലപ്പോ എന്ത് എന്റെ കാക്കാപ്പുള്ളി എനിക്ക് വരും. അതെങ്ങനെ എനിക്ക് തരാ? ഓനവിടെ ഒന്നുമില്ല, അവിടെ ഒന്നുള്ളിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. അപ്പൊ ഇവിടെ കാക്കാപ്പുള്ളി ഉണ്ടാവോ? അങ്ങനെയൊക്കെ പറയണേ കേക്കാം ചെറുപ്പത്തില്. നിമ്മമാർക്ക് വല്ല ദിവസം ഉണ്ടാവോ? എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവും ചെറുപ്പത്തിലെ ചില മക്കളൊക്കെ അങ്ങനെ പറയണേക്കാം. അപ്പൊ ഒരു കാക്കാപ്പുള്ളി ഉണ്ടാവും. അല്ലെങ്കിൽ അന്ന് ബൈക്കുമെന്ന് വീണതാണ് ഇവിടെ എന്താണ് എന്റെ ഇവിടെ ഒരു കല. അത് പറയണ്ട. അതിപ്പോ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊന്ന് കുളത്ത് ചാടാൻ പോയതാ, പാറം പഠിച്ചതാ. അങ്ങനെ പല അടയാളങ്ങളുണ്ടാവും. നമുക്ക് പല അടയാളങ്ങളുണ്ടാവും. അപ്പൊ ചിലപ്പോ നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും കാക്കാപ്പുള്ളി ഉണ്ടാവും. അപ്പൊ അബൂജഹലിനെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാ? അബൂജഹലിനെ തിരിച്ചറിഞ്ഞത് എങ്ങനെ പ്രിയപ്പെട്ടവരെ? ഓന്റെ കാലുമ്മ ഒരു ഒട്ടകത്തിന്റെ ചങ്ങലക്കണ്ണി പോലെയുള്ള ഒരു കണ്ണിണ്ട്. അതെങ്ങനെ വന്നതാ? ജിബ്രീൽ ചിരിച്ച ഇൻഷാ അല്ലാഹ് പറയും. അങ്ങനെ എത്തണുള്ള നമ്മൾ ഇൻഷാ അല്ലാഹ്. അതെങ്ങനെ വന്നതാന്ന് പറയണ്ടേ? ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബ്ദുല്ലാഹ് ഇബ്നു ജദ്ഇന്റെ ഭക്ഷണ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോ അവിടെ വന്നിട്ട് ഫിത്ന ഉണ്ടാക്കി ചങ്ങായി അബൂജഹൽ. അപ്പൊ ചെറുപ്പത്തിലെ ഫിത്നക്കാരനാ. ഭക്ഷണ തളികൾക്ക് വേണ്ടി ഫിത്ന കൂടുക, ഭക്ഷണത്തിന്റെ പാത്രത്തിന് വേണ്ടി തിരക്കും കൂടിയപ്പോ അബൂജഹലോട് വീണതാണ്. അബൂജഹൽ അന്ന് വീണ സമയത്ത് വലത് കാലിന്റെ തുടയിൽ ഒരു വലിയൊരു മുറി ഉണ്ടായി. ആ മുറി അന്ന് ചെറുപ്പത്തിൽ അബൂജഹലിന് പറ്റിയതാ. അത് മുത്തുനബിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് പോയിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു അടയാളം അബൂജഹലിന്റെ കാലിൽ ഞാൻ കണ്ടു നബിയെ. ശരിയാണ് ഇബ്നു മസ്ഊദേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അത് അബൂജഹലാണ്. അപ്പോ വലിയവര് സമ്മതിച്ചു. ആരെ? ശത്രുക്കളെ കൂട്ടത്തുനിന്ന് അഖിൽ ഇബ്നു അബീ താലിബിനെ അവിടെ അറസ്റ്റ് ചെയ്ത. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ അബൂജഹൽ തന്നെയാണ്. നബിയെ, ഞാൻ അബൂജഹലിന്റെ തല കൊണ്ടുവരാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തല കൊണ്ടുവരാൻ പോവുകയാണ്. അബൂജഹലിന്റെ തല കൊണ്ടുവരാൻ പോവുകയാണ്. ഈ സമുദായത്തിലെ ഫറോവ അബൂജഹൽ മരണപ്പെട്ടു, അബൂജഹൽ കൊല്ലപ്പെട്ടു എന്ന സന്തോഷമാർത്ത അറിഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ തല കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, തല കൊണ്ടുവരാൻ കഴിയും. നല്ല വലിയ തലയല്ലേ, എങ്ങനെ കൊണ്ടുവരാനാ? വലിയ തലയല്ലേ അബൂജഹലിനുള്ളത്, എങ്ങനെ കൊണ്ടുവരാനാ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവേ, എന്തുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതറിയോ നിങ്ങൾക്ക്? എത്ര സ്വഹാബത്ത് ബദറിൽ പങ്കെടുത്തു, പക്ഷേ അബൂജഹലിന്റെ തലയെടുക്കാൻ അല്ലാഹ് ഭാഗ്യം കൊടുത്തത് ആർക്കാണ്? അത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഉസ്താദ്, വിഷയം മാറുകയാണ്. വിഷയം മാറിയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ വിഷയം മാറുന്നതും ശ്രദ്ധിക്കണം, മാറിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്ന എന്താ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് അബൂജഹലിനെ കൊല്ലാനുള്ള ഭാഗ്യം കിട്ടിയത് എന്തുകൊണ്ടാ? അറിയോ? പറഞ്ഞുതരാം, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. വിഷയത്തിൽ നിന്ന് ചെറിയൊരു രൂപം മാറിയിട്ട് ഇനി മക്കത്തേക്ക് പോകാം. നമ്മൾ അത് പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അബൂജഹലിനെ കൊല്ലാൻ കിട്ടിയൊരു ഭാഗ്യത്തിന്റെ കാരണമുണ്ട്. എന്താ കാരണം?
ബദറൊക്കെ നടക്കുന്നതിന് മുമ്പ് മുത്തുനബി മക്കത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, മക്കയിൽ നിൽക്കുന്ന സമയം, മക്കയിലേക്ക് വരികയാണ്. ബദറൊക്കെ നടക്കുന്നതിന് മുമ്പ് നല്ല ശ്രദ്ധിക്കണേ, മക്കയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സൂറത്തു റഹ്മാൻ ഇറങ്ങിയത്. മുത്തുനബി സ്വഹാബത്തും ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ സൂറത്തു റഹ്മാൻ ഇറങ്ങി. സൂറത്തു റഹ്മാൻ ഇറങ്ങിയപ്പോ നമ്മൾ അതല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. ശ്രദ്ധിക്ക്, സൂറത്തു റഹ്മാൻ ഇറങ്ങിയപ്പോ മുത്തുനബി സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ ആരാ സൂറത്തു റഹ്മാനെ കഅബന്റെ പരിസരത്ത് പോയി ഓതുകയെന്ന് ചോദിച്ചു. അപ്പോ അന്ന് ഇസ്ലാം പ്രചരണം തുടങ്ങണല്ലോ. അപ്പൊ സ്വഹാബത്ത് ആരും എഴുന്നേറ്റുന്നില്ല. കാരണം എന്താ, കഅബന്റെ അടുത്ത് പോയി ഓതിയ ഈ അബൂജാൽ ഉത്തുബത്ത് ഷൈബത്തൊക്കെ അവിടെ ഉണ്ടാവും. എപ്പോഴോ ഒന്നര കിട്ടും അബൂജാലിന്റെ അടുത്ത് നിന്ന്, ഖുർആൻ കഅബന്റെ അടുത്ത് ഓതിയാല്. അപ്പൊ മുത്തുനബി അങ്ങ് ചോദിച്ചപ്പോഴത്തിന് ചാടി എഴുന്നേറ്റു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഓതാം. ആര്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിച്ചോളേ. അപ്പൊ മുത്തുനബി പറഞ്ഞു, നിങ്ങളിപ്പോ ചെറിയ ഒരാളല്ലേ, നിങ്ങളിപ്പോ അവിടെ ചെന്ന് ഓലടി ഓതി കഴിഞ്ഞാൽ ചിലപ്പോ എന്തേലും കാട്ടുകൾ അവിടെ ഇരിക്കും. മുത്തുനബി ചോദിച്ചു, ആരാ സൂറത്തുർ റഹ്മാൻ ഓതുക? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഓതാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു. മൂന്നാമതും ചോദിച്ചു. മൂന്നാമത് ചാടി എഴുന്നേറ്റ് പറഞ്ഞത്, നബിയെ ഞാൻ ഓതിക്കൊള്ളാം. അപ്പൊ മുത്തുനബി പറഞ്ഞു, അവിടെ ചെല്ലുമ്പോ ചിലപ്പോ അബൂജഹൽ ഉണ്ടാവും, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല നബിയെ, ഞാൻ ഓതിക്കൊള്ളാം റസൂലേ. അല്ലാഹുവേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ കൈപിടിച്ച മുസാഫയത്ത് ചുംബിച്ച് കഅബാലയത്തിന്റെ പരിസരത്തേക്ക് ചെല്ലുകയാണ്. ചെറിയ സ്വഹാബിയല്ലേ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ പരിസരത്ത് എന്നുകൊണ്ട് കഅബയുടെ പരിസരത്ത് ചെല്ലുമ്പോൾ അബൂജഹലുണ്ട്, കഅബയുടെ പരിസരത്ത് ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, എല്ലാവരും അവിടെയുണ്ട്. ആ കൂട്ടത്തിലേക്കാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബയുടെ പരിസരത്തേക്ക് കയറി വരികയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വരുന്നത് അബൂജഹൽ കാണുന്നുണ്ട്. പക്ഷേ ചെറിയ സ്വഹാബിയായതുകൊണ്ട് അബൂജഹൽ മൈൻഡ് വെച്ചില്ല. അബൂജഹൽ അങ്ങനെയാണ്, ചെറിയവരെയൊന്നും മൈൻഡ് ചെയ്യൂല. അങ്ങനെ കഅബയുടെ പരിസരത്ത് വന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തു റഹ്മാൻ ഓതുന്നു. അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. പരിശുദ്ധമായ സൂറത്തു റഹ്മാനിലെ മനോഹരമായ ആയത്തുകളെ മക്കയിലെ കഅബയുടെ പരിസരത്ത് എന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോ ഖുർആനിന്റെ വചനം കേട്ട സമയത്ത് അബൂജഹൽ, ആരാണ് ഈ കഅബയുടെ പരിസരത്ത് നിന്ന് ഖുർആൻ ഓതുന്നത്? ആർക്കാണ് നിന്നെ ധൈര്യം വന്നതെന്ന് പറഞ്ഞിട്ട് അബൂജഹൽ പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് വന്നിട്ട് സൂറത്തു റഹ്മാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ആഞ്ഞൊരൊറ്റ അടിയടിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ചകിട്ടത്തടിക്കുകയാണ്. അബൂജഹലിന്റെ രാക്ഷസനെ പോലെയുള്ള അബൂജഹലിന്റെ പരിപരിത്ത കൈയല്ലേ, വലിയ ശക്തവാനല്ലേ, വലിയ പവറുള്ളവനല്ലേ, വലിയ കട്ടിയുള്ള തുളിയല്ലേ. ആ ശരീരത്തിലേക്ക് പാവപ്പെട്ട ചെറിയ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ചകിട്ടത്ത് വന്നിട്ട് ഒരു അടിയങ്ങ് അടിക്കുന്നു. അല്ലാഹുവേ, പാവപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് അടി താങ്ങാൻ പറ്റിയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തലവിന്നുകയാണ്. ഒരു അടി ലഭിച്ചത് എവിടെയാണ്? ചകിട്ടത്താണ് പ്രിയപ്പെട്ടവരെ. ചൗട്ടത്തട അടി കിട്ടിയാണ്ടല്ലോ, പൊന്നീച്ചട് വാറോ. ഈ മൂക്കിന്റെ മുമ്പിൽ ഇങ്ങനെ പിടിക്കാം. ഞാൻ അവിടെ പിടിച്ചാൻ പോകണ്ടോ, മറ്റൊന്നും പിടിച്ചാൻ പോകണ്ട. ഇവിടെ ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും സഹിക്കൂല, ഒറ്റടിക്കരം നമ്മള്. അങ്ങനെയാണ്. വേറെ അവിടെ ഇവിടെ അടിച്ചാലൊക്കെ നമുക്ക് സഹിക്കാം. ചവിട്ടത്തട കിട്ടിയാലോ, പെട്ടെന്ന് കിട്ടന്റെ ഓർത്തത് കിട്ടിയാണ്ടല്ലോ, ഇങ്ങനെ പോകും. അതങ്ങനെയാണ്.
മോത്തടിക്കണ് അത് വേദനയാണ്. പക്ഷെ അതോടുകൂടെ ചൗടും കൂട്ടിയിട്ട് അടിച്ചാലോ നമ്മള് പോലെ ചെപ്പക്കുറ്റി അറിയും മലപ്പുറം ജില്ലയിൽ ചെപ്പക്കുറ്റി. എന്താ ഈ ചെപ്പക്കുറ്റി ആണ്? അവിടെ തന്നെ ഈ ചൗടും മോറും അടക്കി സെറ്റാക്കി കിട്ടിയാണ് ചെപ്പക്കുറ്റി കിട്ടുകാറ്. അബൂജഹൽ ആ സാധനത്തിന്റെ കൈ കൊണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ അങ്ങനെ തോണ്ടിയ മഹാൻ പോകും. ഈ അബൂജഹൽ ഒന്ന് ഒറ്റ അടി ഇബ്നു മസ്ഊദ് തങ്ങളെ ഇവിടുന്ന് ഖുർആൻ ഓതാതെ പോടുന്നതാണ്. അല്ലാഹുവേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടാണ് മുത്തുനബിയുടെ മുമ്പിൽ ചെന്നത്. അടികിട്ടിയ കാരണം കൊണ്ട് ചെവിടിൽ നിന്ന് രക്തമൊലിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചെവിടിന്റെ ഭാഗത്തൊരു ഒട്ടയായി ഒരു ഓൾസ് വന്നു. ചെവിട് കീറിപ്പോയി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെവിട് കീറിപ്പോയി. ആ ചെവിടിൽ നിന്ന് ഇങ്ങനെ രക്തം ഒലിക്കുകയാണ്. അല്ലാഹുവേ, കരഞ്ഞുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. നബിയേ, എന്നെ അബൂജഹൽ ചകിട്ടത്തടിച്ചു നബിയേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. കഅബയുടെ പരിസരത്ത് പോയി ഖുർആൻ ഓതിയ കാരണം കൊണ്ട് അബൂജഹലിന്റെ ചകിട്ടത്തടിച്ചു തങ്ങളെ. സാരമില്ല ഇബ്നു മസ്ഊദേ, സാരമില്ല എന്ന് പറഞ്ഞിട്ട് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെവിയിൽ നിന്ന് വരുന്ന രക്തം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. കരയല്ലേ കരയല്ലേ ഇബ്നു മസ്ഊദേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബത്തെല്ലാം സങ്കടത്തിലാണ്, സ്വഹാബത്തെല്ലാം സങ്കടത്തിലാണ്. കാരണം കൂട്ടത്തിൽ നിന്ന് ചെറിയ സ്വഹാബിയല്ലേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ പ്രിയപ്പെട്ട ഇബ്നു മസ്ഊദിനെ അടികിട്ടിയ കാരണം കൊണ്ട് എല്ലാ സ്വഹാബത്തും സങ്കടത്തിലാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അതാ വരുന്നു ചിറകടിച്ചുകൊണ്ട് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, പുഞ്ചിരിച്ചുകൊണ്ടാ ജിബ്രീൽ വരുന്നത്, പുഞ്ചിരിച്ചുകൊണ്ടാ ജിബ്രീൽ വരുന്നത്, പുഞ്ചിരിച്ചുകൊണ്ടാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, എന്തേ ജിബ്രീലേ നിങ്ങൾ ചിരിക്കുന്നത്? ഇബ്നു മസ്ഊദിനെ അടികിട്ടിയ കാരണം കൊണ്ട് ഞങ്ങളൊക്കെ സങ്കടത്തിലാ, ഞങ്ങളൊക്കെ വിഷമത്തിലാ, ഞങ്ങളൊക്കെ പ്രയാസ ഞങ്ങളെങ്ങനെ കരഞ്ഞിരിക്കുമ്പോ എന്തേ ജിബ്രീലേ നിങ്ങൾ മാത്രം ചിരിക്കുന്നത്? എന്തേ ജിബ്രീലേ നിങ്ങൾ മാത്രം ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത് എന്താ? ഞങ്ങളൊക്കെ സങ്കടപ്പെടുമ്പോ നിങ്ങൾ സങ്കടപ്പെടുകയല്ലേ വേണ്ടത്? എന്തേ എന്തേ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, തങ്ങളെ ഞാൻ ചിരിച്ചത് എന്തിനാണെന്ന് എന്റെ ചിരിയുടെ രഹസ്യം നിങ്ങൾക്ക് പിന്നെ കാണാം നബിയേ. അബൂജഹലിന്റെ കയ്യിൽ നിന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് അടികിട്ടിയപ്പോ നിങ്ങളൊക്കെ കരഞ്ഞപ്പോ ഞാൻ എന്തിനാണ് ചിരിച്ചതെന്ന് നിങ്ങൾക്ക് പിറകീട് അറിയാൻ കഴിയും നബിയേ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയി. ആ സംഭവം അങ്ങനെ തീർന്നു. അപ്പൊ അന്ന് അബൂജഹലിന്റെ അടുത്ത് നിന്ന് അടി കിട്ടിനാർക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അന്ന് ജിബ്രീൽ വന്നിട്ട് ഒരു ചിരിഞ്ചിരിച്ചു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട സ്വഹാബിക്ക് ബദറിന്റെ രണാങ്കളത്തിൽ അബൂജഹലിന്റെ തലയെടുക്കാൻ അവസരം അല്ലാഹു കൊടുത്തു. അല്ലേ? തലയെടുക്കാൻ അവസരം കൊടുത്തില്ലേ? ആ സ്വഹാബി അബൂജഹലിന്റെ തലങ്ങ വെട്ടിമാറ്റി നീ തല മുത്തുനബിന്റെ മുമ്പ് കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുപോകുക? ഈ വലിയൊരു സാധനത്തിന്റെ തല എങ്ങനെ കൊണ്ടുപോകുക? അപ്പോഴാണ് മുമ്പ് മക്കത്ത് നിന്ന് അടി കിട്ടിയത് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത്. ആർക്ക്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരിക, ഈ ചെങ്ങായാണല്ലോ എന്നെ മക്കത്ത് നിന്ന് അടിച്ചീനിയത്. അല്ലേ? എവിടെ അടിച്ചത്? എവിടെ അടിച്ചേ? പറയ്, എവിടെ അടിച്ചേ? പറയ്. അബൂജഹൽ എവിടെ അടിച്ചത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എവിടെ അടിച്ചത്? ആ മുഖത്ത് അല്ലേ? ചപ്പക്കുറ്റി എന്ന് പറയും, ചൗട്ടാനി കുറ്റി എന്നൊക്കെ പറയും ചിലപ്പോ. ഏത് കുറ്റിയാണെങ്കിലും ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ നോക്കിങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്തു, എന്റെ മോത്തടിച്ചല്ലോ. അപ്പൊ മോത്തടിച്ചപ്പോ ചുവടെന്തായി? ഓട്ടയായി. ചുവട് ഓട്ടയായി, ബ്ലഡ് വന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു ആണി എടുത്ത്
ഒരാണി എടുത്തിട്ട് ചെന്നിട്ട് അബൂജഹലിന്റെ ചൗട് നോക്കിയിട്ട് ഒരൊറ്റ കുത്തറ് കൊടുത്തു. ചൗട് നോക്കിയിട്ട് കുത്തിയിട്ട് ഓട്ടയാക്കി. മുമ്പ് ചവിട്ട് തടി കിട്ടിയപ്പോ മഹാന്റെ ചൗട് ഓട്ടയായതാണ്. അങ്ങനെ വിടാൻ പറ്റൂലല്ലോ. അപ്പൊ ആ ചെകിട്ടത്തി എന്നിട്ട് ഓട്ടയുടെ കുത്തിയിട്ട് അതില് കയറിട്ട് ചവിട്ടില് കയറിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയി തല ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തല പൊന്തൂല, വലിയ തലയാണ്. അപ്പൊ മഹാനവർ കണ്ടെത്തിയ ഐഡിയ ആണ്. മുമ്പ് ഈ ചങ്ങായി എന്നെ ചവിട്ടത്തടിച്ചതാണ്, അന്ന് ചവിടിന് ഓട്ടയായതാണ്. അപ്പൊ ഇവന് മസൂദ് വിട്ടില്ല, ഒരു കമ്പി എടുത്താണ് ചവിട് നോക്കിയിട്ട് എന്നിട്ട് അതില് കയറിട്ടാണ് വലിച്ചട് കൊണ്ടുപോയി. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് കൊണ്ടുചെല്ലുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് അബൂജഹലിന്റെ തല വലിച്ചു കൊണ്ടുപോകുന്നത് സ്വഹാബത്തെല്ലാം ആകാംക്ഷയോടെ കണ്ടിരിക്കുകയാണ്. മക്ക പിറപ്പിച്ചിരുന്ന ആദ്യത്തിന്റെ പതനമാണ് അവിടെ കണ്ടത്. അങ്ങനെ അബൂജഹലിന്റെ തലയെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിച്ചു കൊണ്ടുവരുന്ന രംഗം കണ്ടപ്പോ അതാ വരുന്നു ചിറകടിച്ചുകൊണ്ട് വീണ്ടും മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിരിച്ചുകൊണ്ടാ വരുന്നത്. ഒരു കാലത്ത് മുമ്പൊരിക്കൽ അബൂജഹലിന്റെ കയ്യിൽ നിന്ന് ഇബ്നു മസ്ഊദിന് അടികിട്ടിയപ്പോ മുത്തുനബി സങ്കടപ്പെട്ട സമയത്ത് ജിബ്രീൽ ചിരിച്ചു പറന്നു വന്നില്ലേ? അതേ രൂപത്തിൽ ഇപ്പോഴും അതാ ജിബ്രീൽ ചിരിച്ചുകൊണ്ട് പറന്നു വരികയാണ്. എന്നിട്ട് മുത്തുനബിയോട് ജിബ്രീൽ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അന്ന് ഇബ്നു മസ്ഊദിനെ അടി കിട്ടിയപ്പോ നിങ്ങളൊക്കെ സങ്കടപ്പെട്ടപ്പോ ഞാൻ ചിരിച്ചല്ലോ നബിയേ. ഞാൻ ചിരിച്ചത് എന്തിനാണെന്ന് തങ്ങൾക്ക് ഇപ്പോ മനസ്സിലായോ നബിയേ? ആ ചിരി തന്നെയാണ് ഇപ്പോഴും ഞാൻ ചിരിക്കുന്നത് നബിയേ. ആ ഇബ്നു മസ്ഊദിന് അല്ലാഹു അബൂജഹലിന്റെ തലയെടുക്കാനുള്ള ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. ആ ഇബ്നു മസ്ഊദ് തങ്ങളാണ് അബൂജഹലിന്റെ തലയെടുക്കുന്നത് തങ്ങളെ. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമായി. അങ്ങനെ ആലോചിച്ച് നോക്കിയേ, അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിരിച്ചത് എന്തിനാ? അങ്ങനെ എന്ത് ചെയ്തു? അബൂജഹൽ തീർന്നു. അബൂജഹലിന്റെ തലയെടുത്ത ആ പ്രിയപ്പെട്ട സ്വഹാബത്തിന് വേണ്ടി മുത്തുനബി ദുആ ചെയ്തു കൊടുത്തു. അബൂജഹലിന്റെ തലയെടുത്ത് അപ്പൊ ശത്രുക്കളൊക്കെ പരാജയപ്പെട്ടു. അപ്പൊ ബദർ ഏകദേശം യുദ്ധമൊക്കെ അടങ്ങി. ആരൊക്കെ ഷഹീദായിട്ടുണ്ട്? 14 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കളത്ത് ഷഹീദായി. അല്ലാഹുവേ, ശുഹദാക്കളെ കൂടെ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ റഹ്മാൻ. ശുഹദാക്കളെ കൂടെ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ റഹ്മാൻ. ഈ റമദാനിലാബിന്റെ മുഴുവൻ കുടുംബങ്ങൾക്കും ശുഹദാക്കളെ ബർക്കത്ത് കൊണ്ട് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ബദറിൽ പോയാൽ ഇന്ന് നമുക്ക് ആ 14 ശുഹദാക്കളെ പേര് ബദറിന്റെ രണാങ്കളത്തിൽ ഒരു ബോർഡിൽ എങ്ങനെ എഴുതി വച്ചത് കാണാൻ കഴിയുന്നതാണ്. ഇന്നും നമ്മളെ ബദറിൽ ചെന്നാൽ ബദറിന്റെ പരിസരത്ത് ഒരു ബോർഡിൽ എങ്ങനെ ആ 14 ശുഹദാക്കളെ പേര് എഴുതി വച്ചത് കാണാം. അല്ലാഹുവേ, അവരെ കൂടെ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണാങ്കളത്തിൽ യുദ്ധം കഴിഞ്ഞതല്ലേ. രണാങ്കളത്തിൽ എന്തുണ്ടാവും? കുറെ വാളുകളുണ്ടാവും, കുറെ അങ്കികളുണ്ടാവും, കുറെ പടയങ്കികളുണ്ടാവും. ഇതെല്ലാം പൊറുക്കിയെടുക്കുകയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതെല്ലാം ഇങ്ങനെ കളക്ഷൻ ചെയ്യുകയാണ്, എല്ലാം പൊറുക്കിയെടുക്കുകയാണ്. മുത്തുനബിയും സ്വഹാബത്തും ബദറിന്റെ അപ്പുറത്തെ ബദറിൽ തന്നെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. ശത്രുക്കളെല്ലാം പരാജയപ്പെട്ടു പോയി. ഒരുപാട് ശത്രുക്കൾ കൊല്ലപ്പെട്ടു, ഒരുപാട് ശത്രുക്കൾ പിന്തിരിഞ്ഞോടി, ഒരുപാട് ശത്രുക്കളെ മുത്തുനബിയും സ്വഹാബത്തും അറസ്റ്റ് ചെയ്തു. അല്ലാഹുവേ, അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു രണാങ്കളത്തിൽ ഇറങ്ങി പൊട്ടിപ്പോയ ആയുധങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിക്കുന്ന സമയത്താണ് ആ സമീപത്തിലൂടെ ഒരു ശത്രു നടന്നു പോവുകയാണ്. ആരാണെന്നറിയോ? ഉമയ്യത്ത് ഇബ്നു ഖലഫാൻ. അപ്പോഴാണ് ഉമയ്യത്ത് അവിടെ പതുങ്ങിയിരിക്കാണ്. ഉമയ്യത്തിന് വെട്ടൊക്കെ കിട്ടിയാണ്, പക്ഷെ പതുങ്ങിയിരിക്കാണ്. ഉമയ്യത്ത് ഇങ്ങനെ പതുക്കെ രക്ഷപ്പെടാൻ ഒരുങ്ങാണ്.
അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കണ്ടു. ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഉമയ്യത്തും വലിയ കൂട്ടുകാരായിരുന്നു. അപ്പൊ ഉമയ്യത്തിനെ കണ്ടപ്പോ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ ഒന്നും ചെയ്തില്ല. കാരണം അത്രയും നല്ല കൂട്ടുകാരല്ലേ. അപ്പൊ ഒന്നും ചെയ്തില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ ഉമയ്യത്തിന് എന്ത് ചെയ്തു? ഒന്നുകൂടി ധൈര്യം വന്നു. അല്ലാഹ് ഇവനെന്നെ കൊല്ലൂല. ഒരു ചെറിയ കാരുണ്യം കാണിക്കുന്നുണ്ട്. കൊല്ലൂലെങ്കിലും പിടിച്ചു വെക്കും. അത് വേറെ കൊല്ലൂല. കാരണം മുത്തുനബി ആദ്യം തന്നെ പറഞ്ഞു ഇങ്ങോട്ട് വെട്ടണോല അങ്ങോട്ട് പിടിച്ചാൽ മതി എന്നുള്ളത്, ഇങ്ങോട്ട് വെട്ടാതെ വേണ്ടെന്നുള്ളത് പറഞ്ഞല്ലോ മുത്തുനബി. അപ്പൊ ഉമയ്യത്തിനൊന്ന് ധൈര്യം വന്നു, ഒരു പ്രതീക്ഷ, കൊല്ലൂല എന്നുള്ള പ്രതീക്ഷ. അങ്ങനെ ഉമയ്യത്ത് ഇബ്നു ഖലഫ് ഉമയ്യത്തിന്റെ മോനെ എന്ത് ചെയ്യാണ്? പെട്ടെന്ന് രക്ഷപ്പെടുക. അല്ലാ പെട്ടെന്ന് പോയ ഞങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബദറിന്റെ രണാങ്കളത്തുനിന്ന് ഉമയ്യത്ത് വല്ല രക്ഷപ്പെടുക. പതുക്കെ മോനെയും പിടിച്ചിട്ട് ഇങ്ങനെ പോവുക. അപ്പൊ ഈ പോകുന്നത് ആര് കണ്ടു? കാണേണ്ടവര് തന്നെ കണ്ടു. ആരാ കണ്ടത്? ഉമയ്യത്ത് പോകുന്നത് കാണേണ്ടവര് തന്നെ കണ്ടു. ആരാ കണ്ടത്? പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട പുന്നാര സ്വഹാബി, മുത്തുനബിയുടെ പൂങ്കുയിൽ, മുത്തുനബിയുടെ പാട്ടുകാരൻ, മദീന പള്ളിയിൽ മക്കയുടെ കഅബാലയത്തിന്റെ പരിസരത്ത് കയറി അല്ലാഹു അക്ബർ എന്ന സുന്ദരമായ നാമം ബാങ്കുലി മദീന പള്ളിയിൽ ഏറ്റവും നല്ല മധുര ശബ്ദത്തിൽ ചൊല്ലിയിരുന്ന സ്വഹാബത്തും മുത്തുനബിയും ഒന്നടങ്കം കേട്ടിരുന്നു പോയ മദീനയിലെ പാട്ടുകാരനായ മുത്തുനബിയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന സ്വഹാബി മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് രക്ഷപ്പെടുന്നത് കാണേണ്ടവർ തന്നെയല്ലേ കണ്ടത്. കാരണം എന്താ? ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ ഒരു കാലഘട്ടത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ മണൽ മരുഭൂമിയിൽ സൂര്യന്റെ പ്രകാശത്തിന്റെ ചൂട് ഏറ്റവും കൂടുതൽ മക്കയിൽ അടിച്ചു വീശുന്ന സ്ഥലത്ത് പോയി വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മക്കയുടെ മണൽ മരുഭൂമിയിൽ മലർത്തിക്കിടത്തി ബിലാൽ റളിയല്ലാഹുവിന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി ശരീരത്തിലേക്ക് വലിയ വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ കയറ്റി വെച്ചിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു കണ്ണിൽ തുള്ളി ചോരയില്ലാതെ ആക്രമിച്ചവനാണ് ഉമയ്യത്ത്. ബിലാൽ റളിയല്ലാഹു അൻഹു അത്രത്തോളം വേദനിപ്പിച്ചവനാണ് ഉമയ്യത്ത്. ദുനിയാവിൽ നിന്ന് മരണവേദനയല്ലാതെ ഏതെല്ലാം വേദന സഹിക്കാൻ പറ്റുമോ ആ വേദനയെല്ലാം ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് സഹിച്ചു. പ്രിയപ്പെട്ടവരെ, അവസാനം ദാഹം കൊണ്ട് വലഞ്ഞു പോയ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇച്ചിരി വെള്ളം തരൂ ഉമയ്യത്തെ, ഇച്ചിരി വെള്ളം തരൂ, ഞാൻ ആകെ വിശന്നിരിക്കാൻ, എനിക്ക് നീ അക്രമം സഹിക്കാൻ കഴിയുന്നില്ല, ഇച്ചിരി വെള്ളം തരൂ. ഉമയ്യത്ത് പറഞ്ഞു, നീ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് മാറണം. ഇല്ല, ഞാൻ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് മാറൂല. ആ മുത്തുനബിയെ ഞാൻ അത്രക്കും സ്നേഹിച്ചു പോയി. എനിക്ക് കുറച്ച് വെള്ളം താ ബിലാൽ. ബിലാൽ ചോദിക്കാൻ, എനിക്ക് കുറച്ച് വെള്ളം താ ഉമയ്യത്തെ. അല്ലാഹുവേ, ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ഞത്ത് ചവിട്ടിക്കേറി ഫാനിന്റെ സിബ്ബയിച്ചുകൊണ്ട് ബിലാൽ തങ്ങളുടെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തവനാണ് ഉമയ്യത്ത്. അത്രയും വലിയ ക്രൂരത പാവപ്പെട്ട ബിലാൽ എന്ന പ്രിയപ്പെട്ട സ്വഹാബിയോട് ചെയ്തവനാണ് ഉമയ്യത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര അക്രമങ്ങള്, ദിവസങ്ങളോളം മാസങ്ങളോളം മക്കയിൽ പട്ടിണി കിട്ടില്ലേ. ഒരു ദിവസത്തെ നോമ്പ് തുറക്കാനാകുന്ന സമയത്ത് തന്നെ നമ്മൾ ആകെ ക്ഷീണിച്ചു കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ടാവും അല്ലേ. ഒരു ദിവസം നോമ്പ് തുറക്കാനാവുമ്പോ, ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നോമ്പ് തുറക്കാനാകുമ്പോ അതിനങ്ങനെ ആയിണ്ടാവും. കാരണം എന്താ, 1 മണിക്കൂർ പ്രസംഗിക്കല്ലേ, അല്ലെങ്കിൽ 2 മണിക്കൂർ പ്രസംഗിക്കല്ലേ. എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഉമ്മമാരൊക്കെ അടുക്കളയിൽ ജോലി ചെയ്തിട്ട് ക്ഷീണിക്കുന്നുണ്ടാവും. പാപ്പമാരൊക്കെ വാഹനം ഓടിച്ചിട്ടും കടയിലിരുന്നിട്ടും കൂലിപ്പണിയെടുത്തിട്ടും എല്ലാ ജോലി ചെയ്തിട്ടും നോമ്പ് തുറക്കാനാകുമ്പോ നമ്മളൊന്ന് ക്ഷീണിക്കും. അത് ഒരു ദിവസം. മാസങ്ങളോളം മക്കയുടെ തെരുവോരങ്ങളിൽ പട്ടിണി കിട്ടി, ഒരു ഭക്ഷണം കൊടുക്കാതെ, ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ മഹാനായ ബിലാൽ ഇബ്നു റളിയല്ലാഹു അൻഹുവിനെ മക്കയുടെ തെരുവോരങ്ങളിൽ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ ബിലാൽ എന്ന പാവപ്പെട്ട സ്വഹാബിയെ തല്ലി ചതച്ചവനാണ് ഉമയ്യത്ത്.
ആ ഉമയ്യത്ത് ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പോകുന്നത് ബിലാൽ തങ്ങൾ കാണുക. അതാ ഞാൻ പറഞ്ഞത്, കാണേണ്ടവര് തന്നെ കണ്ടു. ബിലാൽ തങ്ങൾക്ക് അപ്പൊ എന്താ പണിയിറങ്ങൊക്കെ? ബിലാൽ ബദറൊക്കെ ജയിച്ചതല്ലേ, ഇനി ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല റാഹത്തിൽ കുറച്ച് മാവ് ഇങ്ങനെ കൂട്ടിയായിരുന്നു. ചരിത്രം പറയണ്ട, കുറച്ച് മാവ് കയ്യിൽ മാവ് വേണ്ടിയിരുന്നു. ഉമയ്യത്തിനെ അങ്ങ് കണ്ടപ്പോ ഒന്നുകൂടി നോക്കി. ഇത് പരിചയമുള്ള ആളാണ്, ഉമയ്യത്തിനെ മറക്കൂലല്ലോ അല്ലേ? നമ്മളെ നല്ല വേദനിപ്പിച്ചവരെ നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിന്ന് പോകില്ലല്ലോ. എങ്ങനെ നമ്മൾ മറന്നാലും പെട്ടെന്ന് മനസ്സിന്ന് പോകാൻ കുറച്ച് പണിയാണല്ലോ. അപ്പൊ ബിലാൽ ഉമയ്യത്തിനങ്ങ് കണ്ടപ്പോ മാവൊക്കെ അവിടെ തന്നെ വെച്ച്, മാവൊക്കെ അവിടെ തന്നെ കൈമന്ന് മാവൊക്കെ ഇങ്ങനെ ഒറ്റിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഉമയ്യത്തിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ഉമയ്യത്തിന്റെ കൂടെ മോനുണ്ട്. ഉമയ്യത്ത് ധൈര്യത്തിലാ പോണേ, കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കണ്ടപ്പോ ഒന്നും ചെയ്തില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവേ ഉമയ്യത്തിന്റെ പിന്നാലെ ചെല്ലുകയാണ്. ഒരു ഇരയെ പിടിക്കാൻ പോകുന്ന സിംഹം ഇരയെ പിന്തുടരുന്നത് പോലെ കണ്ണിന്റെ കിമ വട്ടാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ പിന്നാലെ നടക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രം പറയുകയാണ്, ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് കണ്ടപ്പോൾ ആളുകളെല്ലാം സ്വഹാബത്തെല്ലാം ബിലാൽ തങ്ങളെ കൂടെ കൂടി. അല്ലാഹുവേ, പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹുവിന്റെ കൂടെ സ്വഹാബത്തെല്ലാം ഒരുമിച്ച് കൂടി ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് മലമുകളിലൂടെ രക്ഷപ്പെടാൻ ഒരുങ്ങുന്ന ഉമയ്യത്തിനെ ബിലാൽ റളിയല്ലാഹു അൻഹു തടയുകയാണ്. നിൽക്കടാ ഉമയ്യത്തെ. അല്ലാഹുവേ, ആദ്യം തന്നെ ജനങ്ങളെല്ലാം സ്വഹാബത്തെല്ലാം ബിലാൽ തങ്ങളെ കൂടെ കൂടി. പ്രിയപ്പെട്ടവരെ, ഉമയ്യത്തിന് ജീവനെ പേടിയായി, ഉമയ്യത്തിന് പേടിയായി. ഉമയ്യത്തിന്റെ മകനെ ഉമയ്യത്ത് ബിലാൽ തങ്ങളെ മുമ്പിലേക്ക് തള്ളിവിടുകയാണ്. അല്ലാഹുവേ, ജീവനെ പേടിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ബിലാൽ റളിയല്ലാഹു അൻഹു കൂടെയുള്ള സ്വഹാബത്ത് ഉമയ്യത്തിന്റെ മകനെ അങ്ങ് ശരിയാക്കുകയാണ്. പിന്നെ ഉമയ്യത്തിനെ പിടികൂടുകയാണ്. ഒരു അട്ടഹാസം ഉമയ്യത്തുണ്ടാക്കുകയാണ്. ഒരു വല്ലാത്ത അട്ടഹാസം ഉമയ്യത്ത് പുറപ്പെടുപ്പിക്കുകയാണ്. അല്ലാഹുവേ, ആരാ പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അത്രത്തോളം ആക്രമിച്ചവനല്ലേ ഉമയ്യത്ത്. അടിമപ്പാതളയത്തിൽ കൊണ്ടുപോയി, അടിമച്ചന്തയിൽ കൊണ്ടുപോയി ബിലാൽ റളിയല്ലാഹു അൻഹു അത്രയും വലിയ ക്രൂരത കാണിച്ചവനാണ് ഉമയ്യത്ത്. ബദറിന്റെ രണാകുലത്തിൽ നിന്ന് ഉമയ്യത്തിനെ മഹാനായ ബിലാൽ തങ്ങളെ മുമ്പിലേക്ക് അല്ലാഹു വെച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവേ, ചരിത്രം പറയുകയാണ്, ബദറിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനോട് കണക്ക് ചോദിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു കണക്ക് തീർക്കാണ്. പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനെ ആഞ്ഞു വെട്ടുകയാണ്. അങ്ങനെ ഉമയ്യത്തും പോയി. ശത്രുക്കളെല്ലാം ശത്രുക്കൾക്ക് അടിപതറാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും മാഷാ അല്ലാഹ് സന്തോഷത്തോടെ ബദറിൽ ഇങ്ങനെ ഇരിക്കാണ്. അൽഹംദുലില്ലാഹ്. അതിനിടയ്ക്ക് നമ്മൾ പറയാൻ മറന്നുപോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബദർ നടക്കുന്നിടയിൽ രണ്ട് സ്വഹാബത്തിന്റെ വാള് പൊട്ടി. ഉക്കാശ റളിയല്ലാഹു അൻഹു വാള് പൊട്ടി. കാരണം ഇവരടുത്ത് ശരിക്കും വാളൊന്നുമില്ല, അങ്ങനെ പഴയ വാളല്ലേ, നുരുമ്പിയ വാളല്ലേ. ബദറിന്റെ അടിയിൽ നിന്ന് വാള് പൊട്ടിയപ്പോ ഉക്കാശ റളിയല്ലാഹു അൻഹു ബദറിൽ നിന്ന് നേരെ ഓടി വന്നിട്ട് നബി എന്റെ വാള് പൊട്ടി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു മരക്കഷ്ണം ഉണ്ട്. എന്നിട്ട് ആ മരക്കഷ്ണം എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എറിഞ്ഞു. എന്നാ പിടിച്ചോ. ആ മരക്കഷ്ണം മഹാനായ ഉക്കാശ തങ്ങളെ കയ്യിലെത്തോളൂ കൂടി പിന്നെ അതൊരു വാളായി, നല്ല മൂർച്ചയുള്ള വാളായി. ബദറിൽ നല്ല രസമുണ്ടായിട്ടുണ്ട്. വേറെ സ്വഹാബി മഹാനായ സലമത്ത് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു, നബിയേ എന്റെ അടുക്കൽ വാള് പൊട്ടീന് നബിയേ എന്ന് വന്നു. ബദർ യുദ്ധം നടക്കുകയാണ്. അപ്പോ അവിടെ ഒരു ഈത്തപ്പനന്റെ ഒരു കൊല ഉണ്ടായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പനന്റെ കൊല എടുത്തിട്ട് കൊടുത്തു, ഇത് ഉപയോഗിച്ചോ. അതേറ്റാണ് ബദറിൽ പോരാടിയത്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈമാന്റെ പവറാണ്, ഈമാന്റെ മഹത്താണ്. അല്ലാഹുവേ, മാത്രമല്ല രണ്ട് സ്വഹാബത്ത് മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിനൊരു അമ്പ് തറച്ചപ്പോ മുത്തുനബിയേ എന്റെ കണ്ണ് പുറത്തേക്ക് തൂങ്ങിയിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് തൂങ്ങിയ
പുറത്തേക്ക് തൂങ്ങിയ ആ കണ്ണെടുത്തുകൊണ്ട് മുത്തുനബി ആ കണ്ണിന്റെ യഥാർത്ഥ ഭാഗത്തേക്ക് തന്നെ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഉമിനീര് കൊണ്ട് പുരട്ടി കൊടുക്കുന്ന അല്ലാഹ് ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ മരണം വരെ ആ കണ്ണിന് പ്രശ്നവും അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. മാത്രമല്ല മഹാനായ ബഹുമാനപ്പെട്ട റിഫാഇ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വരികയാണ്, നബിയേ കണ്ണിന് അമ്പ് തറച്ചു പോയി നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്നിട്ട് കണ്ണിലേക്ക് ഉമിനീര് പുരട്ടി കൊടുക്കുകയാണ്. ബദറിൽ നിന്ന് കണ്ണിന് ഏറി കിട്ടിയ മഹാനായ ബഹുമാനപ്പെട്ട റിഫാഅത്ത് ഇബ്നു മാലിക് തങ്ങളുടെ കണ്ണിന് മുത്തുനബി അങ്ങ് തടവി കൊടുത്തപ്പോ പിന്നെ സമാധാനമാവുകയാണ്, പിന്നെ സന്തോഷമാവുകയാണ്. അങ്ങനെ ആരംഭ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും ആ ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടവരെ അസ്ർ നമസ്കാരം അവിടെ നിന്ന് നമസ്കരിക്കുകയാണ്. ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണം. അവിടെ നിന്ന് അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായി അസ്ർ നമസ്കരിച്ചു. അങ്ങനെ റാഹത്തായി മാഷാ അല്ലാഹ് അസ്ർ നമസ്കാരം കഴിഞ്ഞു ബദറിൽ തന്നെ. അങ്ങനെ ചില ആളുകളൊക്കെ എന്തായിട്ടുണ്ട്, ബദറിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ടല്ലോ മക്കത്തേക്ക്. അവ മക്കയിലേക്ക് ഈ വിവരം ആദ്യം കൊടുത്തത് ആരാ? ദുരന്ത വാർത്തയുമായി മക്കയിൽ ആദ്യം എത്തിയത് ഹൈസം ഇബ്നു അബ്ദുള്ള. ഹൈസം എന്ന് പറയുന്ന ആളാണ്. ഹൈസം ഓടി ചെന്നിട്ട് ബദറിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ലാഹ് ഇതങ്ങട്ട് മക്കക്കാരെ കേട്ടപ്പോ അവരുടെ കിളി പോയി മക്കളെ. അവര് സ്വപ്നത്തിൽ കൂടിയും കരുതിയിട്ടില്ല ബദറിൽ അബൂജഹലും ഇവർക്കൊക്കെ പതനം സംഭവിക്കുന്നു. മക്കക്കാർ സ്വപ്നത്തെ പോലും കരുതിയിട്ടില്ല. ഓല് ചോദിച്ചു, അല്ല എന്തേ സംഭവിച്ചേ? ബദറിൽ എന്തേ സംഭവിച്ചേ? ബദറിൽ എന്ത് സംഭവിക്കാനാ? ആരും ബദറിൽ ബാക്കിയില്ല. അതെന്താ അങ്ങനെ? അബൂജഹല് പോയി. അബൂജഹല് പോയോ? ഉത്ബത്തും പോയി, ശൈബത്തും പോയി, പടച്ചോനെ വലീദും പോയി, പിന്നെ അസ്വദും പോയി. ആരും പോകാൻ ബാക്കിയില്ലല്ലോ. ഞാനും പോകാൻ ബാക്കിയില്ല. നേതാക്കന്മാരെ മുഴുവൻ പോയി. അല്ലാഹ്. അപ്പൊ മക്കക്കാരെങ്ങനെ? പിന്നെ മക്കക്കാരെ ഖുറൈശികളെ ദയനീയമായ പരാജയം അവരിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അവരെ കരയാൻ തുടങ്ങി. ദുരന്ത വാർത്ത കേട്ടപ്പോ, അവരുടെ നേതാക്കൾ മരിച്ചു കേട്ടപ്പോ അല്ലാഹ് ചില ആളുകൾ പറഞ്ഞു, ഈ ഹൈസമിനെ വട്ടാ, ഓൻ വെറുതെ കള പറയക്കരം. അബൂജഹൽ പോവേ, ഉത്ബത്ത് പോവേ, അസ്വദ് കൊല്ലപ്പെടേ, ഓലൊക്കെ നമ്മുടെ ധീരന്മാരല്ലേ? ഓലൊക്കെ നമ്മുടെ ധീരന്മാരെ. ചിലവര് പറയണ ഈ ഹൈസമിന് വട്ടാണോ തോന്നുന്നുണ്ട്. ഓ വന്നാണ്ട് അബൂജഹൽ കൊല്ലപ്പെടും. അബൂജഹൽ എങ്ങനെ കൊല്ലപ്പെടും? മറ്റോട് ചോദിക്കാണ്. എല്ലാരും കൊല്ലപ്പെട്ടു. അല്ലാഹുവേ വാർത്ത കേട്ട് മക്ക വിതുമ്പി. മക്കയിലെ ഖുറൈശികൾ വിതുമ്പി. ബദറിലേക്ക് പോയവരുടെ കുതിരയെ കാണുമ്പോഴെല്ലാം അവനെ കരയുകയായിരുന്നു. ദിവസങ്ങളോളം മക്കക്കാർ പിന്നെ കരച്ചിലാണ്. അഥവാ ഖുറൈശികൾ കരച്ചിലാണ്. ഖുറൈശികളിൽ നിന്ന് ശത്രു സൈന്യം പിന്നെ കരച്ചിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ വിടുകയാണ്. അസ്ർ നമസ്കാരം കഴിഞ്ഞ് അല്ലാഹ് സന്തോഷത്തിന്റെ ആ ഒരു സുദിനം അല്ലാഹുവേ ബദറിലേക്ക് മടങ്ങുകയാണ്. ബദറിൻ കാലത്തിൽ നബി തൻ പിറകിൽ അണിചേർന്നവരാ ബദരീങ്ങൾ. കരുത്തായി ഈമാനിനെ തിളക്കും വീരം കൊണ്ട് കവചം പണിഞ്ഞോര ശുഹദാക്കൾ. ബദറിൻ കാലത്തിൽ നബി തൻ പിറകിൽ അണിചേർന്നവരാ ബദരീങ്ങൾ. കരുത്തായി ഈമാനിനെ തിളക്കും വീരം കൊണ്ട് കവചം പണിഞ്ഞോര ശുഹദാക്കൾ. അവരാണ് ബദരീങ്ങൾ. അല്ലാഹുവിന്റെ മഹാത്മാക്കൾ അവരാണ് ബദരീങ്ങൾ.
അല്ലാന്റെ മഹാത്മാക്കൾ അവരാണ് ബദരീങ്ങൾ അല്ലാന്റെ മഹാത്മാക്കൾ ബദറിൻ കാലത്തിൽ നബി തൻ പിറകിൽ അണിചേർന്നവരാ ബദരീങ്ങൾ കരുത്തായി ഈമാനിന്റെ തിളക്കോ വീരം കൊണ്ട് കവചം പണിഞ്ഞോര ശുഹദാക്കൾ അവരാണ് ബദരീങ്ങൾ അല്ലാന്റെ മഹാത്മാക്കൾ അവരാണ് ബദരീങ്ങൾ അല്ലാന്റെ മഹാത്മാക്കൾ അറിവിൻ നിലാവിൻ കുടുംബങ്ങൾ കാവലേകല്ലാ നോട്ടം നൽകല്ലാ കാവലേകല്ലാ നോട്ടം നൽകല്ലാ മഹാന്മാരായ ബദരീങ്ങൾ ബദർ വിടാണ് മഹാന്മാരായ ബദരീങ്ങൾ ബദർ വിടാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും ബദർ വിടാൻ ഒരുങ്ങുകയാണ് ബദറിൽ നിന്ന് ഷഹീദായ തന്റെ പ്രിയപ്പെട്ട ശുഹദാക്കളെ ആ ശുഹദാക്കളെല്ലാം അല്ലാഹുവേ ബദറിന്റെ രണാങ്കളത്തവരെ ഖബറടക്കുകയാണ് ആരംഭ റസൂലുള്ള അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇവരെ ഭാഗ്യവന്മാരാണ് ഇവര് ഭാഗ്യവന്മാരാണ് പ്രിയപ്പെട്ടവരെ ഇവര് ഭാഗ്യവന്മാരാ പ്രിയപ്പെട്ടവരെ ബദറിന്റെ രണാങ്കളത്തിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്ത് ചോദിച്ചു നബി അപ്പൊ ശത്രുക്കൾ എന്താ ചെയ്യാ അവരാ പൊട്ടങ്കിണറ്റിലെറിയാ അവരെ പൊട്ടങ്കിണറുണ്ടേനെ അബൂജഹലിനെ ഉമയ്യത്തിനെ അബൂജഹൽ ഉത്ബത്ത് ശൈബത്ത് വലീദ് അസ്വദ് ഇവരൊക്കെ ബദറിൽ ഒരു പൊട്ടക്കിണറുണ്ടേനെ ആ പൊട്ടക്കിണറേക്ക് തള്ളിയിട്ട് അല്ലാഹുവേ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സ്വഹാബത്തും ബദർ വിടാൻ ഒരുങ്ങുകയാണ് ബദർ വിടാൻ ഒരുങ്ങുമ്പോൾ ഒരുപാട് ശത്രുക്കളെ മുസ്ലിമീങ്ങൾ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ബന്ദികളാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇനി ഇവരെന്താ ചെയ്യാം കൂടെ കുറച്ച് ആളുകളുണ്ടല്ലോ ഓലെന്താ ചെയ്യാം അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയെ നമുക്ക് ഓൾക്ക് നല്ല പണിയെടുക്കാം ഓല് നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നതല്ലേ കുറെ നമ്മൾ ക്ഷമിച്ചിട്ട് യുദ്ധം ചെയ്യാൻ വന്നല്ലേ അള്ളാന്റെ റസൂലെ ഓലെന്ത് ചെയ്യട്ടെ ഓലെടുത്തുനിന്ന് നമുക്ക് കുറച്ച് തോനെ കാശ് വാങ്ങാം കുറച്ച് കാശ് വാങ്ങിയിട്ട് ഒലിഞ്ഞി പണിക്കിറങ്ങാൻ പാടില്ല അപ്പൊ നല്ലൊരു പണി കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഓലെ വിട്ടയക്കാന്ന് പറഞ്ഞു ആരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിപ്രായം ചോദിച്ചു ഇവരെന്താ ചെയ്യേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹു എന്താ ശബിയെ എന്താ സംശയം അങ്ങനെ ചോദിക്കാൻ പാടില്ല ഓലെന്ത് ചെയ്യണം ഓലെങ്ങനെ വരിവരായിട്ട് അങ്ങനെ നിർത്തിയിട്ട് ഒരൊറ്റ കിക്ക് ഓരങ്ങട്ട് തട്ടിക്കളയാ ആരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ ധീരനായ സ്വഹാബിയാണല്ലോ അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല ഒന്നും മറുപടി അറിഞ്ഞില്ല മുത്തുനബി നേരെ ടെന്റിന്റെ അകത്ത് ചെന്നു ടെന്റിൽ ചെന്ന് ആ ടെന്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മുത്തുനബി പറഞ്ഞു നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം നോക്കാനോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ അഭിപ്രായം പറഞ്ഞത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞ അഭിപ്രായം എന്താ മാഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം ഓൽക്ക് ഫൈൻ ഈടാക്കാം എന്ത് തെറ്റ് ചെയ്താലും ഫൈൻ ഉണ്ടല്ലോ ഓല് ഫൈൻ അടിച്ചോട്ടെ ഫൈൻ അടിച്ചിട്ട് ഒരു നാട്ടിലേക്ക് പോയിക്കോട്ടെ അപ്പൊ അങ്ങനെ ചെയ്യാം അങ്ങനെ അവരെടുക്കുന്ന മോചനദ്രവ്യം വാങ്ങി ചരിത്രം വിശാലമാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും ബദറിൽ നിന്ന് മടങ്ങാൻ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ വിടുകയാണ് മുത്തുനബിയും സ്വഹാബത്തും ബദറിൽ നിന്ന് മടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രം സൃഷ്ടിച്ച ബദറല്ലേ ബദർ ചരിത്രത്തിന് സമാപ്തി വരികയാണ് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ വിട്ടുകൊണ്ട് മദീനയിലേക്ക് മടങ്ങി ചെല്ലുകയാണ്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണാകുളത്തെ ജയിച്ചടക്കിയ വിജയത്തിന്റെ ആരവങ്ങൾ മദീനക്കാർ അറിഞ്ഞിട്ടുണ്ട്. മദീനയിൽ മുത്തുനബി ബദർ ജയിച്ചടക്കി വരുന്നു എന്ന വാർത്തറിഞ്ഞപ്പോൾ മദീനയിൽ വലിയ സന്തോഷമാണ്, മദീനയിൽ വലിയ റാഹത്താണ്, മദീനയിൽ വലിയ സമാധാനമാണ്, സന്തോഷമാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹുവേ പ്രിയപ്പെട്ട സ്വഹാബത്ത് മദീനയിലേക്ക് മടങ്ങുകയാണ്. ശത്രുക്കളെ ബന്ദികളാക്കിയിട്ടുണ്ട്, ശത്രുക്കളും കൂടെയുണ്ട്. ശത്രുക്കളിൽ നിന്ന് പിടിച്ചു വച്ചവരെ സ്വഹാബത്ത് കൊണ്ടുവന്നു. കാരണം അവരിൽ നിന്ന് ബന്ദിയാക്കിയവരാണല്ലോ, അവരിൽ നിന്ന് അറസ്റ്റ് ചെയ്തവരാണല്ലോ. അവർക്ക് കുറച്ച് നിയമ നടപടിയുണ്ട്, അത് സ്വീകരിച്ചിട്ടേ അവരെ വിട്ടേക്കുകയുള്ളൂ. അങ്ങനെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും മദീനയിലേക്ക് മടങ്ങുകയാണ്. ബദർ ജയിച്ചടക്കിക്കൊണ്ട് മുത്തുനബി വരുന്നു എന്ന വാർത്തറിഞ്ഞപ്പോൾ മദീനക്കാർക്ക് നല്ല സന്തോഷമാണ്. ത്വല്ലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ ലില്ലാഹി ദായി. മുത്തുനബി ബദറിൽ നിന്ന് മടങ്ങുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്നവരെ ഒരു ഉമ്മ പറ്റ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും മറക്കാൻ പറ്റാത്ത രൂപത്തിൽ ചരിത്രം രേഖപ്പെടുത്തിയില്ലേ ബദറിലെ ഇതിഹാസ പോരാട്ടം. പ്രിയപ്പെട്ടവരെ, നിരായുധരായി 313 സ്വഹാബത്ത് ബദറിന്റെ രണാകുളത്ത് ഇറങ്ങിയിട്ട് 1000 വകപ്പുറം വരുന്ന ശത്രുകിങ്കരന്മാരെ പിടിച്ചടക്കിയത് ബദറിലേക്ക് ഇറങ്ങിയ സ്വഹാബത്തിന്റെ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തോടെ, ചങ്കൂറ്റത്തോടെ, പതറാതെ, അടരാതെ, തളരാതെ മുന്നോട്ട് പോയി, മുന്നോട്ട് പോരാടിയ സ്വഹാബ. ദിവസങ്ങൾക്ക് ശേഷം മുത്തുനബി സ്വഹാബത്തും ബദർ വിടുകയാണ്. ബദറിനോട് സലാം പറഞ്ഞ് മടങ്ങുകയാണ്. ബദറിന്റെ രണാകുളത്ത് ശഹീദായ ശുഹദാക്കളുണ്ട്, അവരോട് സലാം പറഞ്ഞ് മുത്തുനബി മടങ്ങുകയാ. മുത്ത് റസൂലുള്ളാഹ് മടങ്ങിടും പുണ്യ സ്വഹാബോരും കൂടെ അണയും ഹംദും പാടി നബിയോർ മടങ്ങിടും ബദറിൻ ചരിതം തീർത്ത് മടങ്ങിടും മുത്ത് റസൂലുള്ളാഹ് മടങ്ങിടും പുണ്യ സ്വഹാബോരും കൂടെ അണയും ഹംദും പാടി നബിയോർ മടങ്ങിടും ബദറിൻ ചരിതം തീർത്ത് മടങ്ങിടുന്നേ. അല്ലാഹ് സഹായിച്ച സ്വഹാബാക്കളെ സന്തോഷം തൂകി മടങ്ങിടുന്നേ. ശത്രു പടയാടി പിടങ്ങിടുന്നേ. യുദ്ധ ആരവം അടങ്ങിടുന്നേ. ബദറിൻ ആരവം അടങ്ങിടുന്നേ. പുണ്യ മദീനക്കാർ സന്തോഷത്തിലായി പുണ്യ നബിയോരെ വരവേൽക്കലായി. വെൽക്കം വെൽക്കം യാ റസൂലല്ലാഹ്. പുണ്യ മദീനയിൽ സ്വാഗതമോദി. വെൽക്കം വെൽക്കം യാ റസൂലല്ലാഹ്. പുണ്യ
മദീനയിൽ സ്വാഗതമോദി ബദറിൽ ചരിത്രം നിർത്തിയിടുന്നേ ഇതിഹാസ കഥ നിർത്തിയിടുന്നേ അറിവിൻ നിലാവിൻ്റെ കുടുംബങ്ങളെ ബദറിൻ ചരിത്രം നിർത്തിയിടുന്നേ റമളാൻ നിലാവിൻ കുടുംബങ്ങളെ ബദറിൻ ചരിത്രം നിർത്തിയിടുന്നേ തുടരാം റമളാൻ നിലാവിലായി തുടരാം നമുക്കിനിയും ചരിത്രങ്ങളെ തുടരാം റമളാൻ നിലാവിലായി തുടരാം നമുക്കിനിയും ചരിത്രങ്ങളെ റമളാൻ നിലാവിൻ കുടുംബങ്ങളെ ബദറിൻ ചരിത്രം നിർത്തിയിടുന്നേ അറിവിൻ നിലാവിൻ കുടുംബങ്ങളെ ബദറിൻ ചരിത്രം നിർത്തിയിടട്ടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷത്തോടെ മദീനയിലേക്ക് കയറി ചെന്നു. മദീനക്കാർ മുത്തുനബിയെ സ്വീകരിച്ചു. അതങ്ങനെയാണല്ലോ മദീന 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 മദീന. ഒന്നുമല്ലാത്ത മുത്തുനബിക്ക് കാവല് നിന്ന നാടല്ലേ മദീന. നബി തങ്ങളും സ്വഹാബത്തും മദീനയിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ മദീനക്കാർ നല്ല സ്വീകരണം ഒരുക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട മുത്തുനബിയുടെ മകള് റുഖിയ ബീവിയല്ലേ ഉസ്മാൻ തങ്ങളെ വിവാഹം കഴിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭാര്യയ്ക്ക് സുഖമില്ലാതെ വിഷമത്തിലായിരുന്നുവല്ലോ. അവരെല്ലാവരും ഓടി വരികയാണ്. അവരെല്ലാം ഓടി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന് സ്വീകരണം പറയുകയാണ്. നബിയേ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവര് ശുക്ർ പറയുകയാണ്. ബദർ ജയിച്ചടക്കി പ്രിയപ്പെട്ടവരെ, ബദർ ജയിച്ചടക്കി പ്രിയപ്പെട്ടവരെ, ബദർ ജയിച്ചടക്കി പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒരു 5 തവണ അൽഹംദുലില്ലാഹ് പറഞ്ഞേ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. മുത്തുനബിയും സ്വഹാബത്തും മദീനയിലേക്ക് വന്നപ്പോ മുത്തുനബി പറഞ്ഞ വാക്കാണ് അൽഹംദുലില്ലാഹ്. ഇത് അല്ലാഹുവിന്റെ സഹായമാണ്, ഇത് അല്ലാഹുവിന്റെ സഹായമാണ്. അല്ലാഹുവേ, ഒരു കാലത്ത് മുത്തുനബിയെ ചീത്ത വിളിച്ചിരുന്നവരെ, ഭ്രാന്തനെന്ന് വിളിച്ചിരുന്നവരെ, യതീമെന്ന് വിളിച്ചിരുന്നവരെ, അല്ലാഹുവിന്റെ ഹബീബിനെതിരെ തീവ്രവാദം മുഴക്കിയവരെ, അല്ലാഹുവിന്റെ ഹബീബിനെ ഭീകരവാദിയാണെന്ന് പറഞ്ഞവരെ, മുത്തു റസൂലുള്ളാഹിനെ വല്ലാത്ത പരിഹാസവാക്ക് കൊടുത്തവരെല്ലാം അല്ലാഹ് അവർക്ക് 8ന്റെ പണി കൊടുത്തല്ലോ. അല്ലാഹു അവർക്ക് ബദറിന്റെ രണാകുളത്തിൽ കാണിച്ചു കൊടുത്തല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദർ തുടങ്ങിയപ്പോ ഉസ്താദ് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞു, ഓർമ്മയുണ്ടായിരുന്നോ എനിക്കറിയില്ല. മക്കയിലെ പള്ളിയിൽ മുത്തുനബി നമസ്കരിക്കുമ്പോ ഒട്ടകത്തിന്റെ കുടൽമാല വന്നിട്ട് അബൂജഹൽ മുത്തുനബിയുടെ ശിരസിൽ എറിഞ്ഞല്ലോ. ആ സമയത്ത് ഫാത്തിമ ബീവി ഓടി വന്നിട്ട് ആ ഒട്ടകത്തിന്റെ കുടൽമാല മാറ്റിയ ചരിത്രം നമ്മൾ പറഞ്ഞില്ലേ. ആ സമയത്ത് മുത്തുനബി ഒരു ദുആ ചെയ്തിരുന്നു, അല്ലാഹ് നമസ്കരിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചെറിയുന്ന അബൂജഹലിന് നീ നല്ല ഒരു പണി കൊടുക്കണേ അല്ലാഹ്, നീ നല്ല ഒരു പണി കൊടുക്കണേ അല്ലാഹ്.
ആ പണിയാണ് ചെറുപ്പക്കാരാ, ആ പണിയാണ് ഉമ്മമാരെ, ആ പണിയാണ് പെങ്ങളെ. ബദറിന്റെ രണാങ്കളത്തിൽ അല്ലാഹ് കാണിച്ചു കൊടുത്തത്, ബദറിന്റെ രണാങ്കളത്തിൽ അല്ലാഹ് കാണിച്ചു കൊടുത്തത്. അങ്ങ് ദുആ ചെയ്ത ദുആഇന്റെ ഫലമാണ് ബദറിന്റെ രണാങ്കളത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് അബൂജഹലിനെ വകവരുത്തിയത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അവിടുന്ന് ഞങ്ങളെ നോക്കണേ നബിയേ, അവിടുന്ന് ഞങ്ങളെ നോക്കണേ നബിയേ. അങ്ങനെ ബദർ ചരിത്രം ഇൻഷാ അല്ലാഹ് 5 ദിവസം നീണ്ടു നിന്ന റമളാൻ നിലാവിന്റെ ജനലക്ഷങ്ങൾ പങ്കെടുത്ത ബദർ ചരിത്രത്തിൽ നിന്ന് സമാപ്തി കുറിക്കുകയാണ്. നമ്മളെല്ലാവരും ബദരീങ്ങൾക്കൊരു ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ നിർത്തുകയാണ്. അറിവിൻ നിലാവിന്റെ റമളാൻ നിലാവിന്റെ കുടുംബങ്ങളെ, ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാം. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇജാബത്ത് നിന്ന് ഞങ്ങളെ മജ്‌ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്.